ഓക്കെ, അപ്പൊ എയിംസ് നോർസെറ്റ് 11 സെപ്റ്റംബറിൽ നടക്കാൻ പോകുന്ന എയിംസ് നോർസെറ്റ് 11 എക്സാമിന്റെ ഓറിയന്റേഷൻ ക്ലാസ് ആണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ അതിന്റെ ഒഫീഷ്യൽ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ എക്സാം എന്താണ്, ആ എക്സാമിന്റെ കൃത്യമായ സിലബസ് എന്താണ്, മുൻ വർഷത്തിലെ എക്സാമുകൾ എങ്ങനെയായിരുന്നു, അതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, പ്രിലിംസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, അതിന്റെ മാർക്കിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതുപോലെ മെയിൻസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, അതിന്റെ ഓരോന്നിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതുപോലെ കഴിഞ്ഞ എക്സാമുകളിൽ എത്ര മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ടൊക്കെ വന്നിരിക്കുന്നത്, ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഒരു എക്സാമിന് നമ്മൾ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട്. അല്ലാതെ എക്സാമിന് മനസ്സിലാക്കാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സാം ആണ്, 1,00,000 സാലറി കിട്ടുന്ന എക്സാം ആണ് എന്ന് കരുതി നമുക്ക് അടുത്ത എക്സാം ഉടനെ വിളിക്കും എന്ന് കരുതി നമ്മൾ അങ്ങ് പഠിച്ചു തുടങ്ങുകയല്ല വേണ്ടത്. ആദ്യം നമ്മൾ ആ ഒരു എക്സാം എന്താണെന്ന് കൃത്യമായിട്ട് ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലെ, അതിന്റെ എക്സാം നിലവാരം എങ്ങനെയാണ്, അതിന്റെ ഇപ്പോഴത്തെ കോമ്പറ്റീറ്റീവ് ലെവൽ എങ്ങനെയാണ്, അല്ലെ, കഴിഞ്ഞ എക്സാമുകളിലൊക്കെ കട്ട് ഓഫ് മാർക്കൊക്കെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ക്വസ്റ്റ്യനുകൾ ഓരോ സബ്ജക്ട്സിലും എങ്ങനെയാണ് വന്നിരിക്കുന്നത്, നമ്മുടെ പ്രിപ്പറേഷൻ മെത്തേഡ് അതുകൊണ്ട് തന്നെ എങ്ങനെ ആയിരിക്കണം, ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ അതിന് പഠിച്ചു തുടങ്ങാനായിട്ട്. അല്ലാതെ വെറുതെ കുറച്ച് പരസ്യങ്ങൾ കണ്ടിട്ട് ഇത്രയധികം സാലറി അതിനുണ്ട്, ഇത്ര വലിയ ആണ് അവസരങ്ങളുണ്ട്, വേക്കൻസി ഉണ്ട്, അതൊന്നും കേട്ടിട്ട് നമ്മൾ ഒരിക്കലും പഠിച്ചു തുടങ്ങാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ആ എക്സാമിനെ മനസ്സിലാക്കുക. എന്താണ് എക്സാം, എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, അതിന്റെ ക്വസ്റ്റ്യനുകൾ എങ്ങനെയാണ് ചോദിക്കുന്നത്, ആ ഒരു ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ നമ്മളെ കൊണ്ട് എങ്ങനെ പഠിച്ചാൽ അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്താൽ നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും, ഇതെല്ലാം ഈച്ച് ആൻഡ് എവരി കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു എക്സാമിനായിട്ട് നമ്മൾ തയ്യാറെടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എയിംസ് നോർസെറ്റ് 11. ഞാൻ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഈ ഒരു എയിംസ് നോർസെറ്റ് 11നായിട്ട് എക്സ്ക്ലൂസീവായിട്ട് തന്നെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പുതിയതായിട്ട് നമ്മളൊരു ജനുവരി 10-ന് നമ്മളൊരു പുതിയൊരു യൂട്യൂബ് ചാനൽ തന്നെ അതിന്റെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മൾ അതിന്റെ സ്റ്റാർട്ടിംഗ് ഫേസ് ആയിട്ടുള്ളൂ, പിന്നെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത എക്സാമിന് അല്ലെങ്കിൽ അടുത്ത എയിംസ് നോർസെറ്റ് 11 നമ്മൾ ഒരു പുതിയ തുടക്കമാണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത്. അതായത് നമ്മൾ ഇതിന് പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഹൈബ്രിഡ് മോഡൽ അല്ലെങ്കിൽ ഒരു ഹൈബ്രിഡ് ബാച്ച് ആണ് നമ്മൾ ഇനി മുതൽ നമ്മൾ എയിംസ് നോർസെറ്റിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഈ എയിംസ് നോർസെറ്റ് 11 എക്സാമിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ എയിംസ് നോർസെറ്റ് 11ന്റെ പ്രിപ്പറേഷൻ ബാച്ച്, അതായത് ഹൈബ്രിഡ് ബാച്ച് അല്ലെങ്കിൽ ഹൈബ്രിഡ് മോഡൽ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്കറിയാം, ഈ എയിംസ് നോർസെറ്റ് എന്നൊക്കെ പറയുന്നത് പണ്ട് കാലങ്ങളിൽ നമ്മുടെ കുട്ടികൾ എന്ന് പറയാൻ ആദ്യം കേരളത്തിൽ പഠിച്ചിറങ്ങുന്നവർ ആദ്യ ഫസ്റ്റ് പ്രയോറിറ്റിയിലാണ് എയിംസ് എക്സാമിന് കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാം, നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീസിൽ UK പോലുള്ള യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള മൈഗ്രേഷൻസ് ഭയങ്കരമായിട്ട് കൂടി. അതോടുകൂടിയായിരുന്നു ഈ എയിംസ് പോലുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാമിൽ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ മലയാളികളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങിയത്. കാരണം അത്രമാത്രം വലിയൊരു മൈഗ്രേഷൻ ആണ് യൂറോപ്യൻ കൺട്രീസിലേക്ക് നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ശരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എയിംസിലൊക്കെ വർക്ക് ചെയ്യുന്നവരോട് ചോദിച്ചാൽ കുറെ കാലം മുന്നേ ഉള്ളവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മലയാളികളാണ്, കൂടുതൽ പേര് മലയാളികളാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ ഇടയ്ക്ക് കുറെ പിന്നെ ഒരു ഗ്യാപ്പാണ് മറ്റു സംസ്ഥാനങ്ങളോട് വർക്ക് ചെയ്യുന്നത്. വീണ്ടും ഇപ്പോൾ കുറെ അധികം പേര് വീണ്ടും എയിംസിലേക്ക് തിരിച്ച് ജോയിൻ അല്ലെങ്കിൽ പുതിയ എയിംസ് നോർസെറ്റ് എക്സാമിലേക്ക് കൂടുതലായിട്ട് പ്രയോറിറ്റി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞൊരു 2 വർഷത്തിലധികമായിട്ട് ഈ യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള മൈഗ്രേഷൻ അല്ലെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ആയിരിക്കുന്ന ഒരു സമയമാണ്. അല്ലെ, നേരത്തെ ആണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ പഠിച്ചിറങ്ങിയ ഉടൻ തന്നെ OET എഴുതിയാൽ നമുക്ക് നേരെ യൂറോപ്യൻ കൺട്രീസിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. അവിടെ നിന്നും പക്ഷെ ഇപ്പൊ ഒരു 3 വർഷത്തോളം ആകുന്നു ഏകദേശം യൂറോപ്യൻ കൺട്രീസിൽ അല്ലെങ്കിൽ UK പോലുള്ള അയർലൻഡ് പോലുള്ള നാടുകളിലേക്കുള്ള യൂറോപ്യൻ കൺട്രീസിലേക്കുള്ള മൈഗ്രേഷൻ എല്ലാം സ്റ്റക്കായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ ഇപ്പൊ ആകെ നടക്കുന്നത് ജർമ്മനി പോലുള്ള കൺട്രീസിലേക്ക് മാത്രമാണ് മൈഗ്രേഷൻ ഇപ്പൊ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കുറേയധികം പേര് വീണ്ടും എയിംസ് നോർസെറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്ര ഗവൺമെന്റ് എക്സാം ആയിട്ടുള്ള എയിംസ് ഹോസ്പിറ്റലുകളിലേക്കുള്ള എല്ലാ വർഷവും 2 തവണ നടക്കുന്ന എയിംസ് നോർസെറ്റ് എക്സാമുകൾ കൂടുതലായിട്ട് ഇപ്പോൾ പ്രയോറിറ്റി കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനായിട്ട് കൂടുതലായിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് എയിംസ് നോർസെറ്റ് എക്സാമുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ അല്ലെ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ് എയിംസ് നോർസെറ്റ് എന്ന് പറയുന്നത്. സ്ഥാപനങ്ങളിലേക്കുള്ള നേഴ്സിംഗ് എക്സാം ആണ് എയിംസ് നോർസെറ്റ് എന്ന് പറയുന്നത്. എയിംസിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ പ്രൗഡാണ് അല്ലെ. പിന്നെ ഏറ്റവും കൂടുതൽ സാലറിയാണ് സെൻട്രൽ ഗവൺമെന്റ് സാലറി. ഇപ്പോൾ 1 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു സാലറി കയ്യിൽ കിട്ടുന്നത്.
ഒരു 90,000 ഉള്ളൂവെങ്കിലും പക്ഷെ 1 ക്രോസ് ചെയ്തിട്ടുണ്ട്. 1 lakh പല എയിംസിലും 1 lakh ക്രോസ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ് തന്നെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത്, ടോട്ടൽ സാലറി എന്ന് പറയുന്നത്. ഇനി അത് അടുത്ത 8th പേ കമ്മീഷൻ വീണ്ടും വരാൻ പോകുന്നുണ്ട്. അതുകൂടി ആകുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു പേയിലേക്ക് വീണ്ടും എത്താൻ പറ്റും. ചിലപ്പോൾ ഒരു 1.2 അല്ലെങ്കിൽ ഒരു 1.15 സാലറിക്ക് മുകളിലേക്ക് സ്റ്റാർട്ടിംഗ് സാലറി തന്നെ എത്തുന്ന ഒരു സാഹചര്യമാണ് 8th പേ കമ്മീഷൻ കൂടി വരുമ്പോൾ ഉള്ളത്. അപ്പൊ അത്ര വലിയൊരു സാലറി സ്കെയിൽ ഇന്ത്യയിൽ തന്നെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ല, ഈവൻ ഒരു ഗൾഫ് കൺട്രീസിലൊക്കെ പോയി നമുക്ക് കിട്ടുന്ന ഒരു സാലറിയോളം അടുത്തുള്ള ഒരു സാലറിയാണ്, അല്ലെങ്കിൽ പല ഗൾഫ് കൺട്രീസിലും കിട്ടുന്ന ഒരു സാലറിയാണ് ഈ എയിംസ് ഹോസ്പിറ്റലുകളിൽ എയിംസ് നോർസെറ്റ് എക്സാം എഴുതി നമുക്ക് കയറിയാൽ കിട്ടാൻ പോകുന്നത്. അപ്പൊ അത്രയും വലിയൊരു എക്സാം ആണ് എന്ന് മനസ്സിലാക്കി തന്നെ ഈ എയിംസ് നോർസെറ്റ് എക്സാമിനെ അപ്രോച്ച് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ എയിംസ് നോർസെറ്റ് എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് എക്സാം നടന്ന് വിത്തിൻ 2 months തന്നെ എല്ലാ പ്രൊസീജിയറുകളും കഴിഞ്ഞ് നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. എന്നാൽ കേരള PSC പോലുള്ള എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇത് കുറച്ചൊരു ലോങ് പ്രോസസ് ആണ്, അല്ലെ, ഒരു ലോങ് പീരീഡ് പ്രോസസ് ആണ്. എക്സാം വിളിക്കാൻ ഒരു നിശ്ചിത സമയം എടുക്കും. അത് കഴിഞ്ഞ് എക്സാം നടന്ന് അതിന്റെ റിസൾട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. അത് കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് വന്ന് അതിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് വീണ്ടും റാങ്ക് ലിസ്റ്റ് വരാൻ ഒരു കാലാവധി എടുക്കും. പിന്നെ വരുന്ന വേക്കൻസി അനുസരിച്ച് മാത്രമേ അടുത്തൊരു 3 വർഷം കൊണ്ടൊക്കെയാണ് ആ ഒരു റാങ്ക് ലിസ്റ്റ് കാലാവധി തീരുക. പക്ഷേ എയിംസ് നോർസെറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്നാൽ നെക്സ്റ്റ് മന്ത് അപ്പോയിന്റ്മെന്റ് ആണ്, അല്ലെ, 2 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് എക്സാം കഴിഞ്ഞ്, കാരണം ഇപ്പോൾ തന്നെ ഡേറ്റ് വന്നു കഴിഞ്ഞു. സെപ്റ്റംബർ 10 മെയിൻസ് എക്സാം, 30-ാം തീയതി പ്രിലിം എക്സാം, 30-ാം തീയതി മെയിൻസ് എക്സാം ആണ്. അത് കഴിഞ്ഞ് ഒക്ടോബർ 10 ആകുമ്പോൾ റിസൾട്ട് വരികയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വീണ്ടും 2 മാസത്തിൽ തന്നെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞ് നമുക്ക് ജോലിയിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ എയിംസ് എക്സാമുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കേരള PSC എന്ന് പറയുന്നത് വളരെ ടൈം എടുത്ത് നമുക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ് ഉണ്ട്. ഇവിടെ അതില്ല. കൃത്യമായിട്ട് എക്സാം നടന്ന 2 മാസത്തിൽ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും, എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്ത്, അല്ലേ. സോ ആ ഒരു അഡ്വാൻറ്റേജ് ഇതിനുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇത്രയും വലിയൊരു സാലറി കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു എക്സാമിലേക്ക്, അല്ലെങ്കിൽ എയിംസ് നോർസെറ്റ് പോലുള്ള എക്സാമുകൾക്ക് പഠിച്ച് അത്രയും വലിയൊരു സാലറി മേടിക്കണം ഒത്തിരി ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ഇതിന് കൊടുക്കുന്ന ഒരു ടൈമാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെ. നമുക്ക് കൊടുക്കുന്ന ടൈം, കാരണം നമ്മുടെ മലയാളികൾക്ക് ഒരു 95% പേർക്കും ജോലിയുള്ളവരാണ്. ഒരു ടെമ്പററി ആയിട്ട് ഒരു പ്രൈവറ്റിലോ NHM ആയിട്ടോ MLSPയോ എവിടെയെങ്കിലും നമുക്കൊരു താൽക്കാലിക ജോലിയെങ്കിലും നമുക്കുണ്ട്, HDS ആയിട്ടോ ഒക്കെ. അതുകൊണ്ട് തന്നെ ഈ കൊടുക്കുന്ന ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ. നമ്മുടെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇത്രയും വലിയൊരു കോമ്പറ്റീറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, ഇതൊരു ഓൾ ഇന്ത്യ എക്സാം ആണ്, അല്ലെ. പ്രത്യേകിച്ച് നമുക്കറിയാം രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിലുള്ളവരുടെ ഇപ്പൊ കുത്തകയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം അത്രമാത്രം പേരാണ് ആ എക്സാം എഴുതുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത്, എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ഈവൻ നമ്മുടെ അടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിൽ നിന്ന് പോലും റാങ്ക്, പ്രത്യേകിച്ചും ജിപ്മർ കൂടി ഈ എയിംസ് നോർസെറ്റിലേക്ക് വന്നതോടുകൂടി തമിഴ്നാട്ടിലുള്ള കുട്ടികൾ എന്തുമാത്രം ഇഷ്ടപ്പെട്ടവർ പഠിക്കുന്നുണ്ടെന്ന് അറിയും, അല്ലെങ്കിൽ എത്രമാത്രം എഫർട്ട് അവർ എടുക്കുന്നുണ്ടെന്ന് അറിയും. കാരണം നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ റിസൾട്ടുകളെല്ലാം ആദ്യ 100 റാങ്കിനകത്ത് എത്രയോ തമിഴ്നാട്ടിലുള്ള കുട്ടികളാണ് ജോലിയിൽ പ്രവേശിച്ചത്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഈ ജിപ്മർ കൂടി വന്നതോടുകൂടി അവരും ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അവർ അതിനു മുന്നേയും നോർസെറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പൊ ജിപ്മർ കൂടി വന്നതോടെ അവർ ഭയങ്കരമായിട്ട് ഇതിനകത്ത് കഷ്ടപ്പെടുന്നു. പക്ഷെ മലയാളി നേഴ്സുമാർ ഇതിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ആണ് ഈ, വീണ്ടും നമ്മൾ പറഞ്ഞു, പണ്ട് എയിംസ് എക്സാമുകളിലൊക്കെ 90% പേര് മലയാളികളാണ് കയറിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇന്നൊരു 10% പോലും ആ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്, 10% പേരെ പോലും. കാരണം ഇതാണ്, എല്ലാവർക്കും ഒരു താൽക്കാലികമായിട്ടെങ്കിലും ജോലിയുണ്ട്. അത് കഴിഞ്ഞ് ഫാമിലി, അല്ലെ, ഫാമിലി കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് ബാക്കിയുള്ള ടൈമിലാണ് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക്, ഈ ഒരു കുറഞ്ഞ നിശ്ചിത ടൈം പീരീഡ് ഇവിടെ ഉണ്ട്. നമുക്കിപ്പോ കൃത്യമായ ഡേറ്റ് ഉണ്ട്, സെപ്റ്റംബർ എത്ര സമയമാണ്, സെപ്റ്റംബർ 13 പ്രിലിമിനറി എക്സാം വരുന്നത്. ശരിക്കും ഒരു 4.5 മാസമേ നമ്മുടെ മുന്നിലേക്കുള്ളൂ, അല്ലെ. 4.5 മാസം മാത്രമേ ഇനി നമ്മുടെ മുന്നിലേക്കുള്ളൂ. ആ ഒരു ടൈം പീരീഡിൽ ഇത്രയും സബ്ജക്ട്സുകൾ കൃത്യമായിട്ട് പഠിച്ച്, സബ്ജക്ട്സുകൾ മാത്രമല്ല, എയിംസ് എന്ന് പറയുന്നത് വലിയൊരു സിലബസ് ആണ്, അല്ലെ. മേജർ 6 സബ്ജക്ട്സ് തന്നെയാണ് ഇമ്പോർട്ടന്റ് എങ്കിലും പിന്നെ പ്രിലിമിനറി പാസ്സാകണമെങ്കിൽ നമ്മൾ റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡും കമ്പ്യൂട്ടറും പിന്നെ അതുപോലെ GK കറണ്ട് അഫയേഴ്സും ഒക്കെ 20 മാർക്കിന് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ പഠിക്കാൻ, ഇതെല്ലാം സെപ്പറേറ്റ് തന്നെ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ NCLEX RM ക്വസ്റ്റ്യൻ, ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കേരള PSC ഒക്കെ വർക്ക് ചെയ്യുന്ന പോലെ അല്ലാതെ ക്ലിനിക്കൽ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കുറച്ചധികം വർക്ക്ഔട്ട് ചെയ്യുക തന്നെ വേണം. അത് അങ്ങനെ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രിലിംസ് കടക്കാൻ പറ്റുള്ളൂ. മറ്റൊരു പ്രത്യേകത, കഴിഞ്ഞ 2 എക്സാം എയിംസ് നോർസെറ്റ് 10ഉം
എയിംസ് നോർസെറ്റ് 9 രണ്ട് എക്സാമിലും പ്രിലിമിനറി എക്സാം ടഫായിരുന്നു, പക്ഷെ മെയിൻസ് എക്സാം വളരെ സിമ്പിൾ ആയിരുന്നു. കാരണം എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞ രണ്ട് നിങ്ങൾ നോക്കാം, ഞാൻ നടന്ന എക്സാമിൽ എത്ര ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാത്ത ക്വസ്റ്റ്യൻ ഉള്ളതെന്ന് ആലോചിക്കുക. ഈ കഴിഞ്ഞ മെയിൻസ് എക്സാമിന്റെ എയിംസ് നോർസെറ്റ് 10ന്റെ മെയിൻസ് എക്സാമിൽ എല്ലാം ഫെമിലിയർ ക്വസ്റ്റ്യൻസാ. അതിലൊരു 75% പ്രീവിയസ് ക്വസ്റ്റ്യൻസാ. ഇമേജ് ബേസ്ഡൊക്കെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, എല്ലാം ഫെമിലിയർ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കാരണം ഒത്തിരി ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് പ്രീവിയസ് എയിംസ് നോർസെറ്റിന്റെ തന്നെ ക്വസ്റ്റ്യനുകൾ. ക്ലിനിക്കൽ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒത്തിരി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പ്രിലിം പക്ഷേ മെയിൻസ് എക്സാം എളുപ്പമാണെങ്കിലും അത് മലയാളികൾക്ക് വളരെ എളുപ്പമായിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പക്ഷേ പ്രിലിംസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ടഫായിരുന്നു. ഇത്തവണ അങ്ങനെ തന്നെയാണ്, കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയാണ്. പക്ഷെ പ്രിലിംസ് കടന്നാൽ മാത്രമേ നമുക്ക് മെയിൻസിലേക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മൾ മെയിൻസിലെ സിലബസിലാണ് ക്ലിനിക്കൽ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ കഴിഞ്ഞ രണ്ട് മെയിൻസ് എക്സാമിലും ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യനേക്കാളും കൂടുതൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പ്രിലിമിനറി എക്സാമിന് ചോദിച്ചതിനേക്കാളും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു മെയിൻസ് എക്സാമിന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ജിപ്മറിന്റെ എക്സാമും എയിംസ് നോർസെറ്റിനകത്താണ് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ രണ്ട് എയിംസ് നോർസെറ്റിനകത്ത് ജിപ്മറിന്റെ വേക്കൻസി ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല വേക്കൻസി ഉണ്ടായിരുന്നു. ക്ലിയർ? അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് പക്ഷേ അപ്പൊ നമ്മൾ എയിംസ് മെയിൻസ് എഴുതണമെങ്കിൽ ഈ പ്രിലിമിനറി കൃത്യമായിട്ട് നമ്മൾ ക്വാളിഫൈ ചെയ്തേ പറ്റുള്ളൂ. ഈ പ്രിലിമിനറി ക്വാളിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒരു 4.5 മാസം കൊണ്ട് റീസണിങ് ടോപ്പിക്കുകൾ 8 ടോപ്പിക്കുകൾ പഠിക്കണം, ആപ്റ്റിറ്റ്യൂഡ് ടോപ്പിക്കുകൾ 13 ടോപ്പിക്കുകൾ പഠിക്കണം, പിന്നെ കമ്പ്യൂട്ടർ കുറച്ച് കാര്യങ്ങൾ ബേസിക് കാര്യങ്ങൾ പഠിക്കണം, അതുപോലെ GK കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ പഠിക്കേണ്ടതായിട്ടുണ്ട്, ക്ലിനിക്കൽ സിനാരി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടതായിട്ടുണ്ട്, പിന്നെ ഏറ്റവും മേജർ ആയിട്ടുള്ള 6 സബ്ജക്റ്റുകൾ അല്ലെ. കഴിഞ്ഞ മെയിൻസ് എക്സാമിന്റെ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യനും ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗും മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗും ആയിരുന്നു. രണ്ടാമത് OBG നഴ്സിംഗ് ആയിരുന്നു. മൂന്നാമത് മെന്റൽ ഹെൽത്ത് നഴ്സിംഗ് ആയിരുന്നു. നാലാമത് ചൈൽഡ് ഹെൽത്ത് ആയിരുന്നു അല്ലെ. ദെൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിനകത്ത് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും പ്രധാന ഫണ്ടമെന്റൽസും മെഡ് സർജൻ തന്നെയായിരുന്നു. ദെൻ OBGയുടെ പക്ഷേ ക്വസ്റ്റ്യനുകൾ എല്ലാം റിപ്പീറ്റ് ആയിരുന്നു അല്ലെ. സൈനുകളാണെങ്കിലും മാനുവർ ആണെങ്കിലും ഒക്കെ റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ പറഞ്ഞു വരുന്നത് നമുക്ക് ഈ 6 മെയിൻ സബ്ജക്ട്സും കൃത്യമായിട്ട് ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് അതിനുള്ള ഓരോ ടോപ്പിക്കിന്റെയും കൃത്യമായ എക്സാം പോയിന്റുകൾ പഠിച്ച് അതിന്റെ NCLEX RN ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസും കൂടെ പഠിച്ച് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അല്ലാതെ പ്രിലിമിനറിക്ക് സെപ്പറേറ്റ് പഠിക്കുക, അത് കഴിഞ്ഞ് മെയിൻസിലേക്ക് പഠിക്കുക, അങ്ങനെയല്ല. നമ്മൾ ഇപ്പോഴേ ടാർഗറ്റ് ചെയ്യേണ്ട മെയിൻസ് എക്സാം ആണ്. അതിന് ഈ പ്രിലിമിനറി വഴി കയറി മെയിൻസിന്റെ ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരെ നമ്മൾ NCLEX RN ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ വരെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ വേണം ഓരോ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട്. അല്ലാതെ പ്രിലിമിനറി പാസ്സായി കഴിഞ്ഞാൽ അല്ലെ പാസ്സായാൽ ഞാൻ അടുത്ത് മെയിൻസിന് പഠിക്കാനെന്ന് പറഞ്ഞാൽ ടൈമേ ഇല്ല. അങ്ങനെ ഒരു ഓപ്ഷനേ നിങ്ങളുടെ മുന്നിലില്ല. കാരണം വളരെ കുറച്ച് ദിവസം മാത്രമേ പിന്നെ മുന്നിലിട്ടുള്ളൂ. അപ്പൊ ഇപ്പോഴേ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്ന മെയിൻസ് എക്സാം ആയിരിക്കണം. ക്ലിയർ? സോ ഇനി നമ്മുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സാലറി, നമ്മുടെ ലൈഫ് മാറ്റാൻ പറ്റുന്ന ഒരു സാലറി കിട്ടുന്ന ജോലി എന്ന് പറയുന്നത് എയിംസ് നോർസെറ്റ് എക്സാം തന്നെയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. നമ്മൾ ഈ പറഞ്ഞതിൽ 1 ലക്ഷത്തിന് മുകളിലേക്ക് സാലറി എത്തിക്കഴിഞ്ഞു. അപ്പൊ ആ ഒരു സാലറി നമ്മൾ മേടിക്കണമെങ്കിൽ അതിന് അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്, ഒരു ഡൗട്ടും ആർക്കും വേണ്ട. അങ്ങനെ ഒരു സാലറി മേടിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെതായ കഷ്ടപ്പാട് അനുഭവിച്ചേ പറ്റൂ. അതിന് ഒരു ഷോർട്ട് കട്ടുകളുമില്ല, ഒരു കുറുക്ക് വഴികളുമില്ല. ആരും അതിനെക്കുറിച്ച് ആലോചിക്കും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ മലയാളികൾ എയിംസ് നോർസെറ്റ് എക്സാമിൽ പിന്നിലേക്ക് പോകുന്നത്. നമ്മളൊക്കെ നിങ്ങളിപ്പോ OET പോലുള്ള എക്സാമ്പിൾ എഴുതാറുണ്ട്, പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അതുപോലെ ജർമ്മൻ പോലുള്ള എക്സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ അതിന് ഒരു നിശ്ചിത മാസം അല്ലെ, ഒരു 3 മാസം നിങ്ങൾ കൊടുത്തിട്ടുണ്ടാകും അല്ലെ. ഇപ്പം ജർമ്മൻ പോലുള്ള എക്സാമ്പിൾ ചിലപ്പോൾ 6 or 8 മാസങ്ങൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. പൂർണ്ണമായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയാ കൊടുത്തത് അല്ലേ. രാവിലെ കൃത്യമായി പോകുന്നു, അതിന്റെ 4 മോഡ്യൂളുകൾ OETയുടെ വർക്കൗട്ട് ചെയ്യുന്നു, ദെൻ വീണ്ടും വൈകുന്നേരം വീട്ടിൽ വന്ന് നിങ്ങൾ അതിന്റെ പ്രാക്ടീസ് ചെയ്യുന്നു. ശരിയല്ലേ? അത് വർക്കൗട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ആ ഒരു എക്സാം നിങ്ങൾ ടാക്കിൾ ചെയ്യുന്നത്. നിങ്ങൾ പണ്ട് ഇപ്പം +2 ഒക്കെ കഴിഞ്ഞവരാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ നേഴ്സുമാരും എൻട്രൻസ് പരീക്ഷകളൊക്കെ എഴുതിയിട്ടുള്ളവരായിരിക്കും അല്ല. MBBS ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ എൻട്രൻസ് പോലുള്ള എക്സാം എഴുതിയിട്ടുള്ളവരാണ് 90% നേഴ്സുമാർ. പലപ്പോഴും അത് കിട്ടാതെ നമ്മൾ അടുത്ത ഓപ്ഷനായിട്ട് എടുക്കുന്നവരാണ്. എനിവേ അന്നൊക്കെ ആ ഒരു നീറ്റ് പോലുള്ള അത്രയും വലിയൊരു മത്സര പരീക്ഷ നമ്മൾ എങ്ങനെയാണ് പഠിച്ചിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളുടെ വീട്ടിലോ അയൽവക്കത്തോ ഒക്കെ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അവരെങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന്? ഒന്ന് ആലോചിച്ച് നോക്കി. അവർ രാവിലെ അല്ലെങ്കിൽ ഇത്ര സമയം മുതൽ അല്ലെ ഇത്ര മണിക്കൂർ ഒരു സബ്ജക്ട്സിന്റെ ടോപ്പിക് പഠിക്കും, ഇത്ര സമയം ഒരു സബ്ജക്ട് ടോപ്പിക് പഠിക്കും, അടുത്ത ഒരു ടോപ്പിക് പഠിക്കും, ദെൻ അത് ടോപ്പിക് പഠിച്ചിട്ട്
അതിന്റെ ക്വസ്റ്റ്യൻസ് പഠിക്കും, ആ ഒരു ടോപ്പിക്കിലെ പരമാവധി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കും. ദെൻ യെസ്, അതിനുശേഷം അല്ലെ വീട്ടിൽ വന്ന് വീണ്ടും റിവൈസ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ഹോസ്റ്റലിൽ റിവൈസ് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യും, മോഡൽ എക്സാമുകൾ എഴുതും അല്ലെ. ആ നിശ്ചിത സമയം, ഒരു വർഷം സമയം കൊണ്ട് അവർ 2 വർഷം പഠിച്ച +1 +2 സിലബസ് കംപ്ലീറ്റ് ആയിട്ടും ഈച്ച് ആൻഡ് എവരി ടോപ്പിക്, അതിനകത്തുള്ള ഈച്ച് ആൻഡ് എവരി എക്സാം പോയിന്റ് കൃത്യമായിട്ട് അരച്ച് കലക്കി അവർ കുടിക്കും അല്ലെ. ഓരോ എക്സാം പോയിന്റ്, പ്രീവിയസ് എക്സാമിന് ചോദിച്ച പോയിന്റുകൾ BBIP എന്നും 1 സ്റ്റാറും 2 സ്റ്റാറും 3 സ്റ്റാറും 4 സ്റ്റാറും ഒക്കെ ഇട്ട് പല പല കളറുകളിൽ നോട്ട് ചെയ്ത് വെച്ച് പല പല നോട്ടുകൾ എഴുതി ഒട്ടിച്ച് അല്ലെ. അങ്ങനെ ഒരു ദിവസം അവർ കൊടുക്കും. ആ ഒരു വർഷം, കഴിഞ്ഞ 2 വർഷം പഠിച്ച സിലബസ് കംപ്ലീറ്റ് ആയിട്ടും അവർ ആ ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അവരെങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ? വെറുതെ തിയറി പഠിക്കുകയല്ല. തിയറി എക്സാം ഒരു കൃത്യമായിട്ട് ഓരോന്നും പഠിച്ചു കഴിഞ്ഞ് ഇതിനകത്തുള്ള പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പോയിന്റുകൾ എല്ലാം ഓരോന്നായിട്ട് അണ്ടർലൈൻ ചെയ്ത് അവർ എഴുതും. ഇന്ന എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്, ഇന്ന പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണിത്. ആ ഓരോ പാരഗ്രാഫ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ എല്ലാം അണ്ടർലൈൻ ചെയ്ത് അത് റിവൈസ് ചെയ്ത് പഠിക്കും. അല്ല, ഒരു 5-10 തവണ റിവൈസ് ചെയ്ത് പഠിക്കും. അത് കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്താണ്? ആ ഒരു ടോപ്പിക്ക് പഠിച്ചതിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള പരമാവധി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കും അല്ലെ. ദെൻ അത് കഴിയുമ്പോൾ അവരൊരു എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യും. അല്ലെ, അവർ പഠിച്ചത് വെച്ച് അവർക്ക് മൈനസ് മാർക്ക് ഇല്ലാതെ അവർക്ക് പൂർണ്ണമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് അവർ ഒരു എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യും. പിന്നെ അവർ ചെയ്യുന്നത് കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അവർക്ക് കാണാപ്പാടായിരിക്കും അല്ലെ. ആ ഒരു രീതിയിലാണ് നമ്മൾ എയിംസ് നോർസെറ്റ് പോലുള്ള എക്സാമുകൾ ഈ ഒരു 4-5 അല്ലെ 4.5 മാസം, അല്ലെങ്കിൽ അടുത്ത എക്സാം ആണെങ്കിൽ ഒരു 7 മന്ത്സോളം കിട്ടും. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ ഇങ്ങനെ പഠിച്ച് നമ്മുടെ ഈ 6 സബ്ജക്ട്സും അതുപോലെ പ്രിപ്പയർ ചെയ്യണം. അതേ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, ഇന്റൻസോട് കൂടി. അല്ലാതെ നമ്മുടെ ജോലിയും കഴിഞ്ഞ് നമ്മുടെ കുട്ടികളെയും നോക്കി ബാക്കി സമയത്ത് കേരള PSCക്ക് പഠിക്കും പോലെ ഒരു വർഷത്തെ സമയമെടുത്ത് പഠിക്കാനൊന്നും അവസരം എയിംസ് നോർസെറ്റ് എക്സാമിൽ ഇല്ല. അങ്ങനെ പഠിക്കാൻ പറ്റിയ ഒരു എക്സാം അല്ല എയിംസ് നോർസെറ്റ് എക്സാം. സോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിന് എന്താണോ വേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണോ അതിന് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം തന്നെ അതിനകത്ത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എയിംസ് നോർസെറ്റ് 11 ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിവസം 5 മുതൽ 6 മണിക്കൂർ വരെ പഠിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താകും. അല്ലാതെ വേറെ വഴിയില്ല. അതാദ്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. പിന്നെ കുറച്ചെങ്കിലും നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്താൽ എയിംസ് നോർസെറ്റിനെ കുറിച്ചൊക്കെ ഒരു നല്ലൊരു ഐഡിയ മസ്റ്റ് ആയിട്ട് ഉണ്ടാകും. എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അടുത്തൊരു 4.5 മാസം കൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു എക്സാം നമുക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. അല്ലാതെ ആദ്യമായിട്ട് നിങ്ങൾ ബേസ് പഠിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ എങ്കിൽ ഞാൻ ഓപ്പണായിട്ട് പറയും, നിങ്ങൾ പരമാവധി നിങ്ങൾ സമയം കൊടുത്താൽ മാത്രമേ ഈ ഒരു എയിംസ് നോർസെറ്റ് ലെവലിലേക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് പൂർണ്ണമായിട്ടും, ഇവിടെ നമുക്ക് എക്സ്ക്യൂസുകളില്ല. 100% ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ അല്ലെ. കേരള PSC ഞാൻ എന്റെ വീഡിയോകൾ നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഞാൻ എപ്പോഴും പറയും അല്ലെ, നിങ്ങൾ 100 ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ 90 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിപ്പിച്ചാൽ 60 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ പോലും നിങ്ങൾ ആദ്യ റാങ്കിലുണ്ടാവും. കഴിഞ്ഞ 11 എക്സാമിലെയും എക്സ്പീരിയൻസ് അതാണ്. പക്ഷേ എയിംസ് നോർസെറ്റ് എക്സാമിൽ അങ്ങനെ ഒരു എക്സ്ക്യൂസ് ഇല്ല, ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇല്ല. ഇതൊരു ഓൾ ഇന്ത്യ എക്സാം ആണ്. ഓരോ ചോദ്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ചോദ്യങ്ങളും, കാരണം അത്രമാത്രം വലിയൊരു എക്സാം ആണ്. 1,40,000 പേരോളമാണ് കഴിഞ്ഞ എക്സാം എഴുതിയത്. അതിനകത്തുനിന്നാണ് ഇത്ര പേര് ജോലിയിലേക്ക്, സർവീസിലേക്ക് കയറുന്നത്. അല്ലെങ്കിൽ ഒരു 2,000-2,500 പേര് സെലക്ട് ആവുന്നത്. പ്രിലിമിനറി അല്ല, മെയിൻസ് എക്സാം കഴിഞ്ഞിട്ട് ജോലിയിലേക്ക് സെലക്ട് ആവുന്നത്. ക്ലിയർ? സോ അപ്പൊ അത്രയും വലിയൊരു എക്സാം ആകുമ്പോൾ, അത്രയും പേര് എഴുതുന്ന ഒരു എക്സാമില് നമ്മൾ ഓൾ ഇന്ത്യ എക്സാം എയിംസ്, ഞാൻ നേരത്തെ പറയാം നീറ്റ് എൻട്രൻസ് ഒക്കെ എഴുതുന്നത് പോലെ അതിനെങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത്, ഓരോ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ കണക്കാക്കി നമ്മൾ 100% സിലബസ് കംപ്ലീറ്റ് ചെയ്ത്, അത് വെറുതെ ബേസിക് നമ്മുടെ കേരള PSC പഠിക്കുമ്പോൾ അല്ല, എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ബേസിക് ടു മോഡറേറ്റ് ലെവൽ, ദെൻ മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് ലെവൽ, ദെൻ ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ, ഇൻക്ലൂഡിംഗ് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു എയിംസ് നോർസെറ്റ് എക്സാം ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഞാൻ ഈ പറഞ്ഞതുപോലെ അടുത്തൊരു 4.5 മാസം നിങ്ങൾ ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ ഡെയിലി നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിൽ 100% നമുക്ക് കോൺഫിഡൻസോടുകൂടി നമുക്ക് എയിംസ് നോർസെറ്റ് എക്സാം ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ജോലിയുടെ കൂടെയൊക്കെ പഠിക്കാനാണ് പറ്റുള്ളൂ എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കേരള PSC എക്സാമിന് നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്. ആ രീതിയിൽ പഠിച്ചാൽ മതി. പക്ഷേ ഒരു 4.5 മാസം കൊണ്ട് എയിംസ് നോർസെറ്റിന്റെ സിലബസ് ആണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലക്ഷ്യം അതാണെങ്കിൽ, മിനിമം ഒരു 5-6 മണിക്കൂർ നിങ്ങൾ ഡെയിലി അതിനോട് കൊടുത്തേ പറ്റുള്ളൂ. കൊടുക്കാൻ റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. കാരണം എങ്കിലേ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ.
കാരണം ഞങ്ങൾ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഞങ്ങളൊരു ലക്ഷ്യമുണ്ട്. ഓൾ ഇന്ത്യ എക്സാമിൽ, ഇത്രയും വലിയൊരു എക്സാമിൽ, എയിംസ് നോർത്തിൽ പഴയ ആ ഒരു മലയാളിയുടെ പ്രതാപം തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അടുത്തൊരു 2 വർഷത്തിനുള്ളിൽ തന്നെ ആദ്യ റാങ്ക് കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് വലിയൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ആ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ പുതിയ ഒരു ഹൈബ്രിഡ് മോഡലും അതുപോലെ തന്നെ പുതിയ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ പുതിയ സ്റ്റുഡിയോ ഉൾപ്പെടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഓൺലൈൻ ഇനി സ്റ്റുഡിയോ ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്കുണ്ടാവും. സോ ഇന്ററാക്റ്റീവ് ബോർഡ് ബേസ്ഡ് ക്ലാസ്സുകളൊക്കെ ഇനി അങ്ങോട്ട് വരാൻ പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു വലിയൊരു ആഗ്രഹവും ലക്ഷ്യവും ഞങ്ങളുടെ മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്കും ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ലക്ഷ്യം നേടാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഹൈബ്രിഡ് ബാച്ചിലുണ്ടാവും. ഇനി അങ്ങോട്ട് ഉള്ള ഹൈബ്രിഡ് ബാച്ചുകളെല്ലാം ഉണ്ടാവും. പക്ഷേ അതിന് നിങ്ങളുടെ സഹകരണം ഞങ്ങൾക്ക് വേണം. ഈ പറയുന്നത് പോലുള്ള കൃത്യമായ ഷെഡ്യൂൾ അനുസരിച്ച് ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ തരുന്ന എക്സാമുകളും ഒക്കെ ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ 100% സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഹൈബ്രിഡ് മോഡൽ ബാച്ച് നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്കും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിന് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഡെയിലി ഒരു 5 to 6 hours നിങ്ങൾ തന്നേ പറ്റുള്ളൂ. എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. എല്ലാ ദിവസവും നിങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. എല്ലാ ദിവസവും നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. ഈ 3 കാര്യങ്ങളും ഡെയിലി നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നോൺ നേഴ്സിംഗിന്റെ ക്ലാസ്സുകൾ, അതും റീസണിങ്ങും ആപ്റ്റിറ്റ്യൂഡും എല്ലാം ലൈവ് ക്ലാസ് ഉണ്ടാവും. എല്ലാ ആഴ്ചയും ഓരോ ക്ലാസ് വെച്ചുണ്ടാവും. റീസണിങ്ങിന്റെയും ആപ്റ്റിറ്റ്യൂഡിന്റെയും ഒക്കെ ക്ലാസ്സുകൾ, GK കറണ്ട് അഫയേഴ്സ്, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും ക്ലാസ് എല്ലാ ആഴ്ചയും. ഇപ്പോൾ കൃത്യമായിട്ട് അടുത്തൊരു 4.5 മാസം ഡെയിലി, അത് ഈ പറഞ്ഞതുപോലെ ജോലിയുടെ കൂടെ ആണെങ്കിലും പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു 5 to 6 hours നിങ്ങൾ തന്നേ പറ്റുള്ളൂ. എങ്കിലും നമുക്ക് ആ ഒരു മറ്റു സംസ്ഥാനങ്ങളിലെ ഉദ്യോഗാർത്ഥികൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത്, അവർ ഏതൊക്കെ മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്, അവർ ഏതൊക്കെ കണ്ടന്റുകളാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ മെത്തേഡുകളിലൂടെയാണ് അവർ എക്സാം ടാക്കിൾ ചെയ്യുന്നത്, അതേ രീതിയിൽ നിങ്ങൾക്കും അതേ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതേ മെത്തേഡിൽ നിങ്ങൾക്കും അവരോടൊപ്പം മത്സരിച്ച് ആദ്യ റാങ്കിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതിന് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു ടൈം ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. അത്രയും സമയം നിങ്ങൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ അനുസരിച്ച്, ഞാൻ പറഞ്ഞതുപോലെ ഒരു നീറ്റ് എൻട്രൻസ് എക്സാമിന് ഡെയിലി കുട്ടികൾ എങ്ങനെയാണ് എൻട്രൻസിന് ആ ഒരു വർഷം പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ അതേപോലെ പാക്ഡ് ആയിട്ട് ഡെയിലി പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. അതുപോലെ കൃത്യമായ ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്ത് ഒരു എക്സ്ക്യൂസും പാടില്ല, വേറെ മറ്റു ഒരു ഡിസ്ട്രാക്ഷൻസും പാടില്ല. ഈ സമയങ്ങളിൽ മറ്റ് കാര്യങ്ങളിലേക്കുള്ള ഫോക്കസും എല്ലാം അവോയ്ഡ് ചെയ്തേ പറ്റുള്ളൂ. ഈ ഒരൊറ്റ എക്സാമിന് മാത്രമേ ഈ സമയത്ത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. മറ്റ് കാര്യങ്ങളിലോട്ടൊന്നും ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ മാറാനും പാടില്ല. അടുത്തൊരു 4.5 മാസം നിങ്ങളുടെ ലക്ഷ്യം ഇത് മാത്രമായിരിക്കണം. എങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ഈ ഒരു ബാച്ചിൽ അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണോ വേണ്ടത് അതെല്ലാം കൃത്യമായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് മോഡൽ എക്സാമുകളും എഴുതി റിവിഷനും ചെയ്ത് ക്ലിനിക്കൽ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസും എല്ലാം വർക്ക്ഔട്ട് ചെയ്ത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് എക്സാം തയ്യാറെടുക്കാൻ പറ്റും. സോ അങ്ങനെ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഞങ്ങൾക്കറിയാം എങ്ങനെയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികളൊക്കെ ഈ ഒരു എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്നത് എന്നുള്ളത്. അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിന്, എത്ര മണിക്കൂർ ഡെയിലി പഠിച്ചിട്ടൊക്കെയാണ് ഈ ഒരു എക്സാമിനോട് തയ്യാറെടുക്കുന്നത് കൃത്യമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അപ്പൊ അവരോടൊപ്പം നമ്മൾ മത്സരിക്കുമ്പോൾ അവർ ചെയ്യുന്ന അത്രയും കാര്യങ്ങളെങ്കിലും നമ്മളും ചെയ്തിരിക്കണം. അല്ല, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ആദ്യ റാങ്കുകളൊക്കെ ആഗ്രഹിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വലിയൊരു എക്സാമിൽ നല്ല റാങ്കുകൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന അത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടാവും, അല്ലെ? അല്ലാതെ മറ്റുള്ളവൻ നമ്മളൊന്നും ചെയ്യാതെ മറ്റുള്ളവരെക്കാൾ മാർക്ക് എനിക്ക് വേണം, മറ്റുള്ളവരെക്കാൾ റാങ്ക് വേണം എന്നൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. അത് തെറ്റാണ്. മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും ഒരു പടി മുകളിൽ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ കഴിയും. ബാക്കി റിസൾട്ട് എല്ലാം നമുക്ക് അതിന് നമ്മുടെ കഷ്ടപ്പാടിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. അതിൽ ഡൗട്ടൊന്നും ആർക്കും വേണ്ട. നമ്മൾ അവരെക്കാളും ഒരു പടി മുകളിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ വളരെ എളുപ്പത്തിൽ ഷോർട്ട് കട്ട് മെത്തേഡുകളിലൂടെ മറ്റുള്ളവരെ രാവും പകലും ഉറക്കം ഒഴിച്ച് കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ ഇവിടെ വെറുതെ സ്വപ്നം കണ്ടിരുന്ന് എനിക്ക് ആദ്യ റാങ്കുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അത് ശരിയല്ല. നമ്മൾ മറ്റുള്ളവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് നല്ല റാങ്കുകൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവര്, വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത്, എന്തൊക്കെ കഷ്ടപ്പാടുകളാണോ അവർ അനുഭവിക്കുന്നത്, ഇതിന്റെ ഒരു പടി മുകളിലെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം ഒരു പടിയെങ്കിലും അവരുടെ മുകളിൽ. എങ്കിലേ നമുക്ക് ആഗ്രഹിക്കാനുള്ള യോഗ്യതയുള്ളൂ. ബാക്കി റിസൾട്ട് എല്ലാം നമുക്ക് കിട്ടിക്കോളും, നമ്മുടെ കഷ്ടപ്പാടിന്റെ റിസൾട്ട്. ക്ലിയർ? സോ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനെ ഒരു പുതിയ തുടക്കമായിട്ട് തന്നെ പറയുന്നത്. ഈ ഒരു എയിംസ് നോർസെറ്റ് 11 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഹൈബ്രിഡ് മോഡൽ ബാച്ച്, ഇതൊരു എയിംസ് നോർസെറ്റിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബാച്ച് തന്നെയായിരിക്കും.
സോ എയിംസ് നോർസെറ്റ് കൂടുതൽ പേര് നമ്മുടെ കേരളത്തിൽ നിന്ന് മലയാളികളിൽ മാസം 1 ലക്ഷം രൂപയിലധികം സാലറി മേടിക്കുന്ന ഒരു ജോലിയിലേക്ക്, അല്ലാതെ കേരളത്തില് NHM-ലൊക്കെ 15ഉം 17ഉം അല്ലെങ്കിൽ 20ഉം, അല്ലെ MLSB ഉള്ള 25ഉം ഒക്കെ സാലറി മേടിച്ച്, അല്ലെ പ്രൈവറ്റിൽ ഒരു 30 സാലറി മേടിക്കുന്നതിലും ഒരുപാട് മുകളിൽ നമുക്ക് അതിന്റെ 2 മടങ്ങ് സാലറി നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ തന്നെ മേടിക്കാൻ പറ്റും. ഈവൻ നമുക്ക് ഇനി കേരളത്തിൽ മാത്രമേ എയിംസ് നോർസെറ്റ് ഇല്ലാതെ ഉള്ളൂ, ബാക്കി എല്ലാ എയിംസ് ഹോസ്പിറ്റലുകൾ ഇല്ലാതെ ഉള്ളൂ. ഈവൻ നമ്മുടെ തൊട്ടടുത്ത് മധുര വരെ എത്തിക്കഴിഞ്ഞു, അല്ലെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും 2 വെച്ചൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി കേരളത്തിന് കൂടെ ഉള്ളൂ കിട്ടാതെ. പിന്നെ 1-2 ചെറിയ ചെറിയ നോർത്തേൺ സംസ്ഥാനങ്ങളിൽ നമ്മുടെ അടുത്ത് വേറെ എയിംസ് വന്നു കഴിഞ്ഞു. അങ്ങനെ ഒരുമിച്ചുള്ള ഇതിൽ മാത്രമേ കിട്ടാതെ ഉള്ളൂ. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും 1ഉം 2ഉം ഒക്കെ ആയിക്കഴിഞ്ഞു. ഇനി കേരളം മാത്രമേ ഉള്ളൂ. അതും അധികം താമസിച്ച് വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ടാകും. ഓൾ ഇന്ത്യ ട്രാൻസ്ഫർ ഒക്കെ അനുവദിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു എയിംസിൽ നിന്ന് മറ്റൊരു എയിംസിലേക്ക് ട്രാൻസ്ഫർ കിട്ടുന്ന ഒരു സാഹചര്യം അധികം താമസം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. അങ്ങനെ ഒരു നിയമം ഏകദേശം എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് അവസരങ്ങളുണ്ട്. അത് മിസ്സാക്കാതിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു സാലറിയിലേക്ക് അധികം താമസിക്കാതെ തന്നെ നമുക്ക് കേരളത്തിൽ എയിംസ് ഹോസ്പിറ്റലുകളിൽ എയിംസ് നോർസെറ്റ് എക്സാം എഴുതി കയറാൻ പറ്റുന്ന ഒരു അവസരം അധികം താമസിക്കാൻ ഉണ്ടാവും, അതിൽ ഡൗട്ടൊന്നും വേണം. അപ്പോ ഈ എയിംസ് നോർസെറ്റ് 11 ആ ഒരു 1 ലക്ഷം രൂപ എന്ന് പറയുന്ന ആ ഒരു ടാർഗറ്റ് സാലറി നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിനായിട്ട് ഇത്രയും വലിയൊരു എക്സാമിന് വേണ്ട ആ ഒരു ടൈം നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. ദിവസം ഒരു നിശ്ചിത സമയം ഇത്രയും വലിയൊരു എക്സാം ടാക്കിൾ ചെയ്യണമെങ്കിൽ ഇത്രയധികം കണ്ടന്റ് ഞാൻ പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട്. അത്രയും കണ്ടന്റ് പഠിച്ചു വെറുതെ കണ്ടന്റ് പഠിക്കുകയല്ല, വെറുതെ ഒരിക്കലും ഞാൻ പറയത്തില്ല തിയറി പഠിച്ചുകൊണ്ട് നിങ്ങൾ ഒരാളും എയിംസ് നോർസെറ്റ് എക്സാമോ കേരള PSC എക്സാമോ ടാക്കിൾ ചെയ്യാൻ പോകുന്നില്ല. വെറുതെ തിയറി ക്ലാസ് എന്ന് പറയുന്നത് വെറും ഒരു 25% ഇമ്പോർട്ടൻസ് മാത്രമേ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ. ഓരോ ടോപ്പിക്കിനകത്തെ കൃത്യമായ എക്സാം പോയിന്റ് പഠിക്കുന്നതിലായിരിക്കും നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. ഓരോ കൃത്യമായ സിലബസ് അനുസരിച്ച് അതിനകത്തുള്ള ടോപ്പിക്കുകളിലെ എക്സാം പോയിന്റ് പഠിക്കുക. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ബേസിസിലുള്ള എക്സാം പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. രണ്ടാമത് ഓരോ ടോപ്പിക്കിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യുക. ആ ഓരോ ടോപ്പിക്കിന്റെയും ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് പരമാവധി വർക്ക്ഔട്ട് ചെയ്യുക. ക്ലിയർ? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. രണ്ടാമത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ എയിംസ് എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം, കംപ്ലീറ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിരിക്കണം. കാരണം പകുതി ക്വസ്റ്റ്യൻസിൽ അധികവും റിപ്പീറ്റ് ആണ് ഇപ്പോൾ. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചാൽ തന്നെ നിങ്ങൾ 50% മുകളിൽ ഈസി ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. ക്ലിയർ? ഇത് ഞാൻ പറഞ്ഞ 6 സബ്ജക്റ്റുകൾ: ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ്, മെഡ് സർജ്, OBG, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, ദെൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. കമ്മ്യൂണിറ്റിക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇത്തവണത്തെ എക്സാമിന് ചോദിച്ചത്. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ എങ്കിലും ചെറിയ മൈനർ സബ്ജക്ട്സുകൾ അതിന്റെ ഇമ്പോർട്ടൻസ് പോകാതെ 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോഷ്യോളജിയും സൈക്കോളജിയും ഒക്കെ 1-2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് റിസർച്ചും ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പക്ഷെ അത് വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പൊ ഈ രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ ആ എക്സാമിനെ മനസ്സിലാക്കി ഇനിയുള്ള 4 കൃത്യമായ പ്ലാൻ തയ്യാറാക്കി ഓരോ ആഴ്ചയും എന്തൊക്കെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള മനസ്സിലാക്കി തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോയാൽ ഈ ഒരു 4 മാസം കൊണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് എക്സാം തയ്യാറെടുക്കാൻ പറ്റും. അപ്പോഴും ഞാൻ പറയും, നിങ്ങൾ മിനിമം ഒരു 5 to 6 hours എങ്കിലും ഡെയിലി നിങ്ങൾ കൊടുത്തിരിക്കണം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു എയിംസ് എക്സാമിനെ കുറിച്ച് ഒന്ന് ബേസിക് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. എയിംസ് നോർസെറ്റ് 11 എക്സാം ഡേറ്റ് വരുന്നത്, പ്രിലിമിനറി എക്സാം വരുന്നത് സെപ്റ്റംബർ 13 ആണ്. മെയിൻസ് എക്സാം വരുന്നത് സെപ്റ്റംബർ 30 ആണ്. പ്രിലിമിനറി എക്സാമിന്റെ റിസൾട്ട് 13 എക്സാം കഴിഞ്ഞാൽ സെപ്റ്റംബർ 18 തന്നെ റിസൾട്ട് വരും. ദെൻ അത് കഴിഞ്ഞാൽ മെയിൻസ് എക്സാം 30 ആണ് സെപ്റ്റംബർ. അതിന്റെ മെയിൻസ് എക്സാമിന്റെ റിസൾട്ട് വരുന്നത് ഒക്ടോബർ 10 ആണ്. സോ 1 മാസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കഴിയും. അടുത്ത 2 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോലിയിൽ കയറാനും. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് ബേസിക് നഴ്സിംഗ് പ്ലസ് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം. BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. എന്നാൽ GNM ആണ് കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് 50 ബെഡഡ് ഹോസ്പിറ്റലിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ബേസിക് ആയിട്ട് കാര്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ സാലറി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഇതിനകത്തുള്ളതെന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇനി എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്, പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് 100 ചോദ്യങ്ങളാണ്, 100 മാർക്കാണ്. 100 ചോദ്യങ്ങളാണ്, 100 മാർക്കാണ്. ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ് ആണ്. 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് 90 മിനിറ്റ് ആണ് ടോട്ടൽ ടൈം വരിക. നെഗറ്റീവ് മാർക്കിംഗ് വരുന്നത് 1/3 ആണ്, അതായത് 0.33 മാർക്സ് ആണ് നെഗറ്റീവ് മാർക്കിംഗ് വരിക.
ഈ എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോർമലി നമുക്ക് ഓൺലൈൻ എക്സാം ആണ്. ഓൺലൈൻ എക്സാം ആണെങ്കിൽ നമുക്ക് നോർമലി എക്സാമുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്ക് 100 ചോദ്യങ്ങൾ കഴിയുന്നു. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്വസ്റ്റ്യൻ മാപ്പ് നോക്കി 10ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് വേണമെങ്കിൽ 1ാമത്തെ എക്സാമിൽ പോയി വേണമെങ്കിൽ ആൻസർ കറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ 100ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വന്ന് 20ാമത്തെ ക്വസ്റ്റ്യനോ 15ാമത്തെ ക്വസ്റ്റ്യനോ ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് തിരിച്ച് ഒന്നുകൂടി റിവ്യൂ ചെയ്ത് ആൻസർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പക്ഷേ എയിംസ് നോർസെറ്റ് എക്സാമിന്റെ പ്രത്യേകത, ഈ പ്രിലിമിനറി എക്സാമിന് 5 സെഷൻസ് ഉണ്ടാവും. 5 സെഷൻസ്. ഓരോ സെക്ഷനും 20 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ 20 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ 20 ചോദ്യത്തിലും നോൺ നേഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പിന്നെ നേഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. എല്ലാം മിക്സ് ആണ്. 20 ചോദ്യങ്ങൾ കഴിഞ്ഞാൽ അടുത്ത സെക്ഷനിലേക്ക് പോകും. അടുത്ത സെക്ഷൻ നെക്സ്റ്റ് സെഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തിരിച്ചു വന്ന് ആദ്യത്തെ സെഷനിലെ ഒരു ആൻസർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ആ 18 മിനിറ്റ് കൊണ്ട് ഈ 20 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുകയും വേണം. 18 മിനിറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സെഷൻ ക്ലോസ് ആകും, അടുത്ത സെഷനിലേക്ക് പോകും. സോ അങ്ങനെ 5 സെഷൻസ് ആണുള്ളത്. 20 ചോദ്യങ്ങളുള്ള 5 സെഷൻസ് ആണുള്ളത്. ടോട്ടൽ 100 ചോദ്യങ്ങളാണ്. ഓരോ സെഷൻസും 18 മിനിറ്റ് ആണ് വരിക. കേട്ടോ, ക്ലിയർ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഇനി പ്രിലിമിനറി എക്സാമിന്റെ സിലബസ് എന്ന് പറയുന്നത് 80 ചോദ്യങ്ങൾ നേഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. 80 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്യൂർലി നേഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ ബാക്കി 20 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നോൺ നേഴ്സിംഗ് ആണ്. ഈ 20 ചോദ്യങ്ങളുടെ അകത്ത് GK ക്വസ്റ്റ്യൻസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ടാകും, ദെൻ റീസണിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ കമ്പ്യൂട്ടർ 2-3 വർഷമായിട്ട് ഇല്ലാതിരുന്നു, പക്ഷെ ഇത്തവണ വീണ്ടും കമ്പ്യൂട്ടറിലെ ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 20 ചോദ്യങ്ങളാണ് ഉള്ളത്. ഈ GK കറണ്ട് അഫയേഴ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ റീസണിങ് ആപ്റ്റിറ്റ്യൂഡും അടിപൊളിയായിട്ട് നമുക്ക് സിലബസ് അനുസരിച്ച് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ സിലബസ് അനുസരിച്ച് തന്നെ നമുക്ക് റീസണിങ് ആപ്റ്റിറ്റ്യൂഡും പഠിക്കാൻ പറ്റും. കമ്പ്യൂട്ടറും അതുപോലെ തന്നെ പഠിക്കാൻ പറ്റും, ബേസിക് കാര്യങ്ങളെല്ലാം. അത് മൂന്നും നമുക്ക് മാർഗമൊന്നും പോകത്തില്ല. പിന്നെ GK കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ കറണ്ട് അഫയേഴ്സ് എങ്ങനെയും ക്വസ്റ്റ്യൻ വരാം, GK എങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ബേസിസിൽ നമുക്ക് പഠിക്കാനേ പറ്റുള്ളൂ. ഇതാണ് അതിന്റെ സത്യം. പക്ഷെ എങ്കിലും നമുക്ക് ഈ 20 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിലൊരു 10 മാർക്സ് എങ്കിലും നമുക്ക് സ്കോർ ചെയ്യണം. അതാണ് നമ്മുടെ ടാർഗറ്റ്. ക്ലിയർ? ഈ നേഴ്സിംഗ് ക്വസ്റ്റ്യൻ 80 ക്വസ്റ്റ്യനകത്ത് ഈ പറഞ്ഞതുപോലെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസും അതിനകത്ത് ഇമ്പോർട്ടന്റ് ആവും. മെയിൻസിന് മാത്രമല്ല, പ്രിലിമിനറിയിലും ക്ലിനിക്കൽ ബേസ്ഡ്, സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ധാരാളം വരുന്നുണ്ട്. ഇനി മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോൾ മെയിൻസ് എക്സാം 160 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. 160 ചോദ്യങ്ങളുണ്ട്. മെയിൻസ് എക്സാമിന്റെ പ്രത്യേകത അവിടെ പ്യുവർലി നേഴ്സിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. 160 ചോദ്യങ്ങളും നേഴ്സിംഗ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. 160 ചോദ്യങ്ങൾ. ഇവിടെയും നെഗറ്റീവ് മാർക്കിംഗ് 1/3 ആണ്. അത് 0.33 ആണ് മാർക്ക്. നെഗറ്റീവ് മാർക്ക് റോങ് ആൻസർ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 5 സെഷന് പകരം പ്രിലിമിനറി 5 സെഷൻ 20 ചോദ്യങ്ങളുടെ ആണെങ്കിൽ ഇവിടെ മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോൾ 4 സെഷൻസ് ആണ് വരുന്നത്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. 180 മിനിറ്റ് ആണ്. 45 മിനിറ്റിൽ 40 ക്വസ്റ്റ്യൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ഓരോ സെഷനിലും. സോ ഓരോ സെഷൻസ് കംപ്ലീറ്റ് ആയിട്ട് 45 മിനിറ്റ്, 40 മിനിറ്റ് അല്ല, 45 മിനിറ്റ് ആണ് ടോട്ടൽ നിങ്ങൾക്ക് ടൈം കിട്ടും. ഓക്കെ അല്ലേ? സോ ഇവിടെയും അങ്ങനെ തന്നെയാണ്. 45 മിനിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ സെഷൻ ക്ലോസ് ആകും. ഒരു സെഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രീവിയസ് സെഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയത്തില്ല. ഇനി മെയിൻസ് എക്സാമിന്റെ സിലബസിലേക്ക് വരുമ്പോൾ ഇവിടെ നേഴ്സിംഗ് സബ്ജക്ട്സ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഇസ് MCQs ഇൻക്ലൂഡിംഗ് സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇമേജ് ആൻഡ് വീഡിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ ഇവിടെ കുറച്ചുകൂടി ഞാൻ പറഞ്ഞതുപോലെ എംഗ്ലക്സ് RN ക്വസ്റ്റ്യൻ ബേസിസിൽ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പക്ഷെ കഴിഞ്ഞ ഞാൻ പറഞ്ഞ 2 എക്സാമിലും കുറച്ചുകൂടി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വന്നത് മെയിൻസ് എക്സാമിനാണ്. ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടി കൂടുതൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് മെയിൻസ് എക്സാമിന് ഉണ്ടായിരുന്നു. പ്രിലിമിനറിക്കാളും മെയിൻസ് എക്സാം കുറച്ചുകൂടി എളുപ്പവുമായിരുന്നു. ക്ലിയർ? സോ ഇനി നമ്മുടെ ഹൈബ്രിഡ് മോഡൽ അല്ലെങ്കിൽ നമ്മുടെ ഹൈബ്രിഡ് ബാച്ച് എന്താണെന്നുള്ളത്. സോ ഹൈബ്രിഡ് ബാച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ എൻട്രൻസ് എക്സാം, നീറ്റ് MBBSന്റെ എൻട്രൻസിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഒരു മെത്തഡാണ് ഈ ഹൈബ്രിഡ് ബാച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മളെല്ലാവരും ഓൾറെഡി നേഴ്സിംഗ് സിലബസുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണ്. നമുക്ക് ക്ലാരിറ്റി ഉണ്ട് എന്തൊക്കെയാണ് ഓരോ സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിലൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ട്. ഹൈബ്രിഡ് മോഡൽ അത് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഈ ഒരു 4.5 മാസമാണ് ടൈം നമുക്കായിട്ട് ഇത്രയും സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ഈ 4.5 മാസം കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്നത് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു എൻട്രൻസ് എക്സാമിന് MBBSന്റെ ഒക്കെ എൻട്രൻസ് എക്സാം കുട്ടികൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ ഒരു ഇന്റൻസിറ്റിയോട് കൂടി ഇത്രയും കൃത്യമായ ടൈം നമ്മൾ ഇതിനും കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും മിനിമം ഞാൻ പറഞ്ഞ ഒരു 5 മുതൽ 6 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഈ മോഡലിൽ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഷെഡ്യൂൾ ഉണ്ട്. എല്ലാ ദിവസവും
ഇതിൽ നമ്മൾ ചെയ്യുന്ന ആദ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഷെഡ്യൂൾ തരും. അതായത് ഇപ്പൊ നിങ്ങൾ നാളെ മുതലാണ് നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നാളെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് 2 സബ്ജക്ട്സിന്റെ 3 ക്ലാസ്സുകൾ നമ്മൾ പഠിക്കാൻ തരും. അതിനകത്ത് ഒരു മേജർ സബ്ജക്ട്സും ഒരു മൈനർ സബ്ജക്ട്സും ഉണ്ടാവും. ഈ 2 സബ്ജക്ട്സിന്റെ 3 ക്ലാസ്സുകളാണ് നിങ്ങൾ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അതെങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ചോദിച്ചാൽ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കത് നിങ്ങളുടെ വീട്ടിൽ നിന്നോ എവിടെയാണോ, നിങ്ങളുടെ ജോലി സ്ഥലത്താണോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ആപ്പില് നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് തരുന്ന ടോപ്പിക് ഏതാണോ അതിന്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ദെൻ ആ ടോപ്പിക്കിന്റെ തിയറി PDF നോട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. നോട്ട് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഓരോ പോയിന്റിന്റെ ബ്രാക്കറ്റിൽ ഏത് എക്സാമിന് ചോദിച്ചു എന്ന് വരെ നോട്ട് ചെയ്തിട്ടുള്ള നോട്ടായിരിക്കും PDF ആയിട്ട് നിങ്ങൾക്ക് ആപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ മൂന്നാമത് ആ ടോപ്പിക്കിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ആ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങളിപ്പോൾ വൈറ്റൽ സയൻസിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ടോപ്പിക്കും പൾസ് എന്ന് പറയുന്ന ടോപ്പിക്കുമാണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 2 ടോപ്പിക്കിന്റെയും കംപ്ലീറ്റ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഫോൾഡറിൽ ആക്റ്റീവ് ആകും. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ തരുന്ന ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായിട്ട് ഇപ്പൊ 3 ക്ലാസ്സുകളാണ് പഠിക്കേണ്ടതെങ്കിൽ ആ 3 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം, റെക്കോർഡ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ദെൻ ആ ടോപ്പിക്കിന്റെ തിയറി നോട്ട് പഠിക്കണം. ദെൻ ആ 3 ടോപ്പിക്കിന്റെയും പ്രീവിയസ് ഇയർ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടും വർക്ക്ഔട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ ആ 3 ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ആണ്. ആ 3 ടോപ്പിക്കും പഠിച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ അതേ ടോപ്പിക്കുകളുടെ എക്സാം പോയിന്റുകൾ നമ്മൾ വീണ്ടും ഒന്നുകൂടി വർക്ക്ഔട്ട് ചെയ്യും. ഏതെങ്കിലും എക്സാം പോയിന്റ് നിങ്ങൾ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഒന്നുകൂടി നമ്മൾ റിവ്യൂ ചെയ്യും. ഓരോ ടോപ്പിക്കിനകത്തെയും എക്സാം പോയിന്റുകൾ ഒന്നുകൂടി നമ്മൾ ക്ലാസ്സിലിരുന്ന് തന്നെ പഠിക്കും. അതിനുശേഷം ആ ടോപ്പിക്കുകളുടെ എക്സാം അറ്റൻഡ് ചെയ്യും. അതിനകത്തുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ എക്സാം പോയിന്റുകൾ എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്ത് ആ ടോപ്പിക്കിൽ നിന്നുള്ള ഒരു എക്സാം കൂടി നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അന്നത്തെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. വീണ്ടും നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് വീണ്ടും 3 ടോപ്പിക്കുകൾ, 2 സബ്ജക്ട്സിന്റെ 3 ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. തിയറി നോട്ട്, റെക്കോർഡ് ക്ലാസ്, തിയറി നോട്ട്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യണം. അതിനുശേഷം ആ 3 ടോപ്പിക്കിന്റെ ക്ലാസ് അടുത്ത ദിവസം വീണ്ടും നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ടാകും. ആ ലൈവ് ക്ലാസ്സിൽ കൃത്യമായിട്ട് ഒന്നുകൂടി ആ ക്ലാസ് നമ്മൾ ഒന്നുകൂടി പഠിക്കും. പഠിച്ചതിന് ശേഷം അതിനകത്തുള്ള എക്സാം പോയിന്റുകളും എക്സാം ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യും. ദെൻ അതിന്റെ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യും. ക്ലിയർ? ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് അടുത്ത 4.5 മാസം കൊണ്ട് തന്നെ ഈ സബ്ജക്ട്സിൽ അത്രയും കൃത്യമായ സിലബസ് അനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് റീസണിങ്ങിന്റെ ഒരു ക്ലാസ് ഉണ്ടാകും, ആപ്റ്റിറ്റ്യൂഡിന്റെ ഒരു ക്ലാസ് ഉണ്ടാകും, കൂടാതെ GK കറണ്ട് അഫയേഴ്സിന്റെയും ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യന്റെയും ക്ലാസ്സും എല്ലാ ആഴ്ചയും ഉണ്ടാവും. ക്ലിയർ? സോ ഈ രീതിയിലായിരിക്കും നിങ്ങളൊന്ന് പഠിച്ചിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവും എന്താണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ, നല്ലൊരു ഐഡിയയിലായിരിക്കും നിങ്ങൾ വരുന്നത്. നമുക്ക് വളരെ വേഗത്തിൽ തന്നെ അതിലുള്ള എക്സാം പോയിന്റുകളെല്ലാം ഡിസ്കസ് ചെയ്ത് കൃത്യമായിട്ട് എക്സാം പോയിന്റ് ക്ലാസ്സിൽ തന്നെ ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്ത് അതിന്റെ എക്സാം ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുള്ള എക്സാം പോയിന്റ് നിങ്ങളുടെ തലയിൽ കയറും. അതിനകത്തുള്ള എക്സാമും നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ റെഡിയാവും. ഈ രീതിയിലായിരിക്കും ഹൈബ്രിഡ് ബാച്ച് വരിക. സോ നമ്മുടെ ക്ലാസ്സിനകത്ത് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസിനകത്ത് ഉദാഹരണം ഫണ്ടമെന്റൽസ് ഓഫ് നേഴ്സിംഗ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്ലാസ് അതിനകത്ത് തന്നെ അവൈലബിൾ ആയിരിക്കും. വൈറ്റൽ സയൻസ്, ടെമ്പറേച്ചർ, പൾസ്, അതിൽ ഫീവർ, പൾസ്, ദെൻ റെസ്പിറേഷൻ, അങ്ങനെ ഓരോ ക്ലാസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ദെൻ ബ്ലഡ് പ്രഷർ, പെയിൻ, SpO2 പെയിൻ, അങ്ങനെ ഓരോ ക്ലാസ്സും നിങ്ങൾ കൃത്യമായിട്ട് റെക്കോർഡ് ക്ലാസ്സും അതേ ഓരോ ടോപ്പിക്കിന്റെയും PDF നോട്ട്, ദെൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആകും. അത് പഠിച്ചിട്ട് വേണം അടുത്ത ദിവസം നമ്മൾ ക്ലാസ്സിലേക്ക് വരാനായിട്ട്. ആ ക്ലാസ്സിൽ വീണ്ടും ഒന്നുകൂടി നമ്മൾ എക്സാമിനെല്ലാം ആ ടോപ്പിക്കുകളുടെ പഠിക്കും. അതിനുശേഷമാണ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഈ ഒരു രീതിയിലായിരിക്കും ഹൈബ്രിഡ് മോഡലിൽ ക്ലാസ് പോകുന്നത്. ക്ലിയർ? അല്ല, 2 സബ്ജക്ട്സ് ആയിരിക്കും ഒരു സമയത്ത് കംപ്ലീറ്റ് ആവുള്ളൂ. കാരണം നമുക്ക് ഓരോ സബ്ജക്ട്സ് എടുത്ത് പോകാൻ അങ്ങനെ 2 സബ്ജക്ട്സ് എങ്കിലും ഒരു ദിവസം ഒരേ ടൈമിൽ പഠിച്ചു പോകാം. യെസ്, ഫണ്ടമെന്റൽസ് ഓഫ് നേഴ്സിംഗ് ആയിരിക്കും ആദ്യം വരും. 2 സബ്ജക്ട്സ് എങ്കിലും ഒരുമിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് തീരുള്ളൂ. ക്ലിയർ? ദെൻ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് നേഴ്സിംഗ് നിങ്ങൾ ആ പഠിച്ച ടോപ്പിക് നോക്കി കൃത്യമായിട്ട് ടെമ്പറേച്ചർ, അതുപോലെ പൾസ്, BP അങ്ങനെ ഓരോന്നായിട്ടുണ്ട്. അത് ജസ്റ്റ് അതിന്റെ ഓർഡർ മാറി കിടക്കുന്നതാണ്. കൃത്യമായിട്ട് ടെമ്പറേച്ചർ, പൾസ്, BP, റെസ്പിറേഷൻ, അങ്ങനെ ഓരോ ടോപ്പിക്കായിട്ട് തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പൊ ആ ടോപ്പിക്കുകളും അതുപോലെ ആക്റ്റീവ് ആകും. അപ്പൊ ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് മോഡലിൽ വർക്ക്ഔട്ട് ചെയ്യണം. ദെൻ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നാമതായിട്ട് വരുന്നത് യൂണിറ്റ് എക്സാംസ് ആണ്. യൂണിറ്റ് എക്സാംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 3 അല്ലെങ്കിൽ 4 ടോപ്പിക്കുകൾ ചേരുമ്പോഴായിരിക്കും ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കി, യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് നേഴ്സിംഗ്, നേഴ്സിംഗ് തിയറീസ്, പ്രൊഫഷൻ, ലീഗൽ ആൻഡ് എത്തിക്കൽ ആസ്പെക്ട്സ് ഇൻ നേഴ്സിംഗ്. അത്രയും ടോപ്പിക്കിന്റെ ക്ലാസ്സുകളും
അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും തിയറി നോട്ടും പഠിച്ചു കഴിയുമ്പോഴാണ് ആ ഒരു യൂണിറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അത് കംപ്ലീറ്റ് ചെയ്താൽ നേരെ യൂണിറ്റ് എക്സാമിൽ വന്ന് 25 ക്വസ്റ്റ്യൻസിന്റെ ഈ യൂണിറ്റ് എക്സാം അറ്റൻഡ് ചെയ്യണം. ദെൻ അത് കഴിഞ്ഞാൽ ഇത്രയും യൂണിറ്റ് എക്സാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ സബ്ജക്ട് കംപ്ലീറ്റ് ആവും. ഒരു സബ്ജക്ട് കംപ്ലീറ്റ് ആയാൽ നമുക്ക് 15 മുതൽ 20 സബ്ജക്ട് എക്സാം ഉണ്ട്, 50 ചോദ്യങ്ങളുടെ. അത് നമ്മൾ ആഴ്ചയിൽ ഒരു സബ്ജക്ട് എക്സാം വെച്ച് നമ്മൾ 50 ക്വസ്റ്റ്യൻസിന്റെ അറ്റൻഡ് ചെയ്യണം. അത് ഏറ്റവും അവസാനം ഒരു 100 ക്വസ്റ്റ്യൻസിന്റെ റിവിഷൻ എക്സാമും ഉണ്ട്. ഇത്രയും കംപ്ലീറ്റ് ചെയ്താലേ നമ്മൾ ഒരു സബ്ജക്ട് നമ്മൾ കംപ്ലീറ്റ് ആവുള്ളൂ. അവിടെയും കഴിയുന്നില്ല. ദെൻ അത് കഴിഞ്ഞാൽ നമുക്ക് ഈ PDF നോട്ടാണ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. സോ ആ നോട്ട്സ് ഫോൾഡറിൽ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് ഓപ്പൺ ചെയ്ത് ഓരോ ടോപ്പിക്കായിട്ട് തന്നെ നിങ്ങൾക്ക് PDF നോട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ PDF നോട്ട് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ആയിരിക്കും PPT നോട്ട് വരുന്നത്. ആ നോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, കാരണം ഓരോ പോയിന്റിന്റെ ബ്രാക്കറ്റിൽ റെഡ് കളറിൽ നോട്ട് ചെയ്തിട്ടുണ്ട് അത് ഏത് എക്സാമിന് ചോദിച്ചെന്നുള്ളത്. കേരള PSC ചോദിച്ചാണോ, എയിംസ് എക്സാമിന് ചോദിച്ചതാണോ, ദെൻ അതുപോലെ ESIC എക്സാമിന് ചോദിച്ചതാണോ, അങ്ങനെ ഓരോ പോയിന്റിന്റെയും ബ്രാക്കറ്റിൽ കൃത്യമായിട്ട് അത് ഏത് പ്രീവിയസ് എക്സാമിന് ചോദിച്ചതെന്നും ഇട്ടിട്ടുണ്ട്. സോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം പോയിന്റ് അതിനകത്ത് തന്നെ ഇൻക്ലൂഡിങ് ഇമേജ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ അവൈലബിൾ ആവും. ക്ലിയർ? ദെൻ അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. സോ എയിംസ് നോർസെറ്റിന്റെ ഇതുവരെയുള്ള എല്ലാ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിനകത്ത് അവൈലബിൾ ആണ്. ഇത് കൂടാതെ എയിംസ് നോർസെറ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള എല്ലാ എയിംസ് ഹോസ്പിറ്റലുകൾക്ക് സെപ്പറേറ്റ് എക്സാം ആയിരുന്നു. സോ അങ്ങനെ നടന്നിട്ടുള്ള എയിംസ് ഡൽഹി, ഭോപ്പാൽ, ഋഷികേശ്, ജോധ്പൂർ അങ്ങനെ നടന്നിട്ടുള്ള എല്ലാ എയിംസ് എക്സാമിന്റെയും മംഗളഗിരിയുടെ നാഗ്പൂറും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് 40ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. അത് കൂടാതെ റെയിൽവേയുടെ എക്സാം, കാരണം റെയിൽവേയും നിങ്ങൾക്ക് അതേ പാറ്റേൺ തന്നെ വരുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എയിംസിന്റെ കൂടെ തന്നെ റെയിൽവേയുടെ കംപ്ലീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയിംസ് നോർസെറ്റ് ഫോൾഡറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫോൾഡറിൽ തന്നെ ആക്റ്റീവ് ആണ്. അപ്പൊ അതുകൂടി നിങ്ങൾ ഓരോ ആഴ്ചയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും വെച്ച് മസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ എയിംസിന് കഴിഞ്ഞ മെയിൻസ് എക്സാമിന്റെ 50% മുകളിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു എയിംസ് നോർസെറ്റിന്റെ. സോ അത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. ക്ലിയർ? ദെൻ അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്റെ PDF നോട്ട് അതിനകത്ത് അവൈലബിൾ ആണ് ഫോൾഡറിൽ. ദെൻ അതുകൂടാതെ നമ്മുടെ വീഡിയോ ക്ലാസ്സുകളുടെ റെക്കോർഡിങ്ങും അതിനകത്തുണ്ടാകും. അതുപോലെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എക്സാം നിങ്ങൾക്ക് അതിനകത്തുണ്ട്. 25 ക്വസ്റ്റ്യൻസ് വെച്ച് വരുന്ന എക്സാമുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ എയിംസ് മെയിൻസ് എക്സാമിന്റെ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിനകത്തുണ്ടായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. ഇത്തവണത്തെ മെയിൻസ് എക്സാമിന്റെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിനകത്തുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ മതി. ശ്രീചിത്ര എക്സാമിന്റെ ഡേറ്റ് വന്നിട്ടില്ല. അത് പ്യൂർലി നഴ്സിംഗ് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. കേരള PSC ലെവലിൽ നിങ്ങൾ മാത്രം പഠിച്ചാൽ മതി. കേരള PSCയുടെ സെയിം സിലബസ് തന്നെയാണ്. അല്ലെങ്കിൽ അത്രയും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റിസർച്ച് ഒന്നും ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിലും കേരള PSCയുടെ വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ 2 ശ്രീചിത്ര എക്സാമിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പ്യൂർലി നഴ്സിംഗ് ആണ് കേട്ടോ. ഇനി നോൺ നഴ്സിംഗ് സബ്ജക്ട്സ് അവിടെ കൃത്യമായിട്ടും നമുക്ക് ഫോൾഡർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. GK ആൻഡ് കറണ്ട് അഫയേഴ്സിന്, റീസണിങ്, ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ, ഇംഗ്ലീഷിനെല്ലാം സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ട്. അതിനകത്ത് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും, ഓരോ ടോപ്പിക്കിന്റെയും പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, സബ്ജക്ട് എക്സാംസും എല്ലാം നിങ്ങൾക്ക് അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യാനുണ്ടാവും. റെക്കോർഡ് ക്ലാസ് മാത്രമല്ല, ടോപ്പിക് വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സബ്ജക്ട് എക്സാംസും ഉണ്ട് ഇതിനകത്ത്. GK കറണ്ട് അഫയേഴ്സിന്റെ ഉണ്ട്, റീസണിങ്ങിന്റെ ഉണ്ട്, റീസണിന്റെ ഓരോ ടോപ്പിക്കിന്റെയും ഉണ്ട്, ആപ്റ്റിറ്റ്യൂഡിന്റെ ഓരോ ടോപ്പിക്കിന്റെയും ഉണ്ട്. അതുകൂടാതെ ആപ്റ്റിറ്റ്യൂഡിന്റെ റീസണിങ്ങിന്റെ എല്ലാം സബ്ജക്ട് ഗ്രാൻഡ് ടെസ്റ്റും ഉണ്ട്. ക്ലിയർ? ഉറപ്പായിട്ടും നമ്മുടെ ഷെഡ്യൂൾ നമ്മൾ സിലബസ് തരും കൃത്യമായിട്ട്. ഓരോ ദിവസം നിങ്ങൾ ഏത് സബ്ജക്ട്സിന്റെ ഏത് ടോപ്പിക്കിലാണ് പഠിക്കേണ്ടത് കൃത്യമായിട്ട്, അതിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, ഏത് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, ഏത് യൂണിറ്റ് എക്സാം ആണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്, എല്ലാം ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ തരും. അതനുസരിച്ച് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം. കാരണം എങ്കിലേ നമുക്ക് 4 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത 4 മാസം കൊണ്ട് കൊണ്ട് കംപ്ലീറ്റ് ചെയ്താലേ അവസാനത്തെ ഒരു 15 ദിവസം നമുക്ക് റിവിഷനും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മോഡൽ എക്സാമുകളും ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ഒക്കെ ഉണ്ട്. സോ 4 മാസം കൊണ്ട് നമുക്കിത് കംപ്ലീറ്റ് ചെയ്തേ പറ്റുള്ളൂ. അതിന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത്രയും ടൈം എങ്കിലും നമ്മൾ കൊടുക്കണം. അല്ല വെറുതെ തിയറി മാത്രം അറ്റൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എയിംസ് നോർസെറ്റ് പോലുള്ള എക്സാം ടാക്കിൾ ചെയ്യാൻ പറ്റില്ല. ക്ലിയർ? ഇത് കൂടാതെ ഏറ്റവും അവസാനമായിട്ട് എൻഗ്ലെക്സ് ആർഎൻ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ടുണ്ട്. എൻഗ്ലെക്സ് ആർഎന് നമുക്ക് വളരെ ഞാൻ പറഞ്ഞ ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എൻഗ്ലെക്സ് ആർഎൻ ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് എൻഗ്ലെക്സ് ആർഎൻ ക്വസ്റ്റ്യൻ. നമ്മൾ ഓരോ സബ്ജക്ട്സ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ ആ സബ്ജക്ട്സിന്റെ എൻഗ്ലെക്സ് ആർഎൻ ക്വസ്റ്റ്യൻസും കൂടി വർക്ക്ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. അപ്പൊ ഓരോ ലെവലായിട്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ മെയിൻസ് എക്സാമിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മുതലേ തന്നെ നമ്മൾ പ്രിപ്പയർഡ് ആവുകയാണ്. അപ്പൊ ഓരോ സബ്ജക്ട്സ് പഠിക്കുമ്പോൾ തന്നെ അതിന്റെ എൻഗ്ലെക്സ് ആർഎൻ ക്വസ്റ്റ്യൻസും കൂടി തന്നെ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്ത് പോകണം.
സോ എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എയിംസ് നോർസെറ്റ് നമുക്ക് ഈസി ആയിട്ട് കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. അല്ലാതെ ഒരു കേരള PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരാളും എയിംസ് നോർസെറ്റ് എക്സാം ടാക്കിൾ ചെയ്യാൻ പോകുന്നില്ല. അതാണ് സത്യം. അതിന് അതിൻ്റെതായ രീതിയിൽ തന്നെ കൃത്യമായിട്ട് ടൈം കൊടുത്ത് തന്നെ വർക്കൗട്ട് ചെയ്ത് കഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം. ടൈം അത്രയും കൊടുത്തേ പറ്റുള്ളൂ. നമുക്ക് ഈ പറഞ്ഞതുപോലെ ജോലിയും കൂടെയും കുട്ടികളെയും ഒക്കെ നോക്കി ബാക്കി കിട്ടുന്ന സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു എക്സാം അല്ല. ഒട്ടുകൂടി നമ്മൾ ഇന്റൻസ് ആയിട്ട് നമ്മൾ പണ്ടൊക്കെ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന് അവസാനത്തെ 2 ആഴ്ച നിങ്ങൾ സ്റ്റഡി ലീവ് ഒക്കെ എങ്ങനെയാണോ പഠിച്ചത് അതുപോലൊരു ഇന്റൻസിറ്റിയോട് കൂടി അതേ രീതിയിൽ ഒരു 4-5 മാസം പഠിച്ചാൽ കിട്ടുന്ന ഒരു എക്സാമാണ് എയിംസ് നോർസെറ്റ്. നമ്മൾ ആ രീതിയിൽ തന്നെ പഠിക്കാം. നമ്മൾ ആ ഒരു യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ഒക്കെ അവസാന ആഴ്ചകളിൽ കൃത്യമായി ഷെഡ്യൂൾ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് കൃത്യമായിട്ട് എങ്ങനെയാണോ നമ്മൾ പഠിച്ചത് ആ ഒരു ഇന്റൻസിറ്റിയിൽ അതുപോലെ ടൈം എടുത്ത് പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും എയിംസ് നോർസെറ്റും നമുക്ക് വലിയൊരു എക്സാം ആവില്ല. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നേഴ്സിംഗ് സബ്ജക്ട്സിൽ എക്സ്പോഷർ ഉള്ളവരാണ്. എന്നാൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നവരൊന്നും അവർക്ക് അത്രത്തോളം നേഴ്സിംഗ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ പോലും നേരിച്ചു അല്ലെങ്കിൽ പേഷ്യൻസിന് പോലും കണ്ടിട്ടില്ലാത്ത ഒരുപാട് പേരാണ് ഈ എക്സാമിൽ പാസ്സായി വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എയിംസിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അന്വേഷിക്കുക. ഈ എയിംസ് നോർസെറ്റ് എക്സാം എഴുതി വരുന്ന പലരും ക്ലിനിക്കൽ ബേസ്ഡ് എക്സ്പീരിയൻസ് ഒക്കെ വളരെ കുറഞ്ഞവരാണ്. കുത്തിയിരുന്ന് കാണാതെ പഠിച്ച് എക്സാം എഴുതി വരുന്നവർ. എക്സ്പോഷർ വളരെ കുറഞ്ഞവരാണ്, ക്ലിനിക്കൽ എക്സ്പോഷർ ഒക്കെ. എന്നിട്ടും അവർ ടാക്കിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ഈ എക്സാം ഒക്കെ ഇത്രയും നല്ല എക്സ്പോഷർ ക്ലിനിക്കൽ എക്സ്പോഷർ ഒക്കെ ഉള്ളവരായിട്ടുള്ള മലയാളി നഴ്സുമാർക്ക് വളരെ എളുപ്പത്തിൽ ടാക്കിൾ ചെയ്യാൻ പറ്റും. അതിലൊരു ഡൗട്ടും ആർക്കും വേണം. ഇത്ര എക്സ്പോഷർ ഉള്ളവരാണ് നമ്മൾ. പക്ഷെ നമ്മുടെ പണ്ടത്തെ ആ ഒരു ഇന്റൻസിറ്റി ഒക്കെ തിരിച്ചു കൊണ്ടുവരണം. പണ്ടൊക്കെ നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ പഠിച്ച അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ പഠിച്ച ഒരു ഇന്റൻസിറ്റി ഒക്കെ നമുക്ക് ഇപ്പോഴും കൊണ്ടുവരണം. അടുത്തൊരു 4 മാസം അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കഷ്ടപ്പെടണം. എങ്കിൽ നമുക്ക് പിന്നെ അടുത്ത ഉടൻ കിട്ടാവുന്ന 1 ലക്ഷം രൂപ സാലറിയാണ് കയ്യിൽ. നമുക്ക് ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് നമുക്ക് ലൈഫ് മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സാലറി ആയിട്ട് മാറും. സോ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റിന് വേണ്ടി തന്നെ നമ്മൾ ട്രൈ ചെയ്യുക. നമുക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് അവസരം തന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. റെയിൽവേ എക്സാം നോട്ടിഫിക്കേഷൻ ജൂലൈയിലാണ് വരിക, അടുത്ത ഫെബ്രുവരിയിലാണ് എക്സാം വരിക കേട്ടോ. സോ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരിക്കണം ഇനിയുള്ള ഒരു 4 മാസം 4.5 മാസം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വെറുതെ നമ്മൾ പറഞ്ഞതുപോലെ കേരള PSC എക്സാമിനൊക്കെ പഠിക്കുന്ന പോലെ കിട്ടുന്ന ടൈമിൽ പഠിച്ചാൽ പോരാ. കൃത്യമായിട്ട് അടുത്ത ഇനി ഒരു 4 മാസം എന്ന് പറഞ്ഞ് ഇതായിരിക്കണം നമ്മുടെ പ്രയോറിറ്റി. മറ്റു ഒരു ഡിസ്ട്രാക്ഷൻസും നമുക്ക് വരാൻ പാടില്ല. നമുക്ക് ഇത്രയും വലിയൊരു സാലറി മേടി ഒരു ജോലി വാങ്ങണമെന്നൊരു ലക്ഷ്യം, ഒരു ആഗ്രഹം, ഒരു സ്വപ്നം നമുക്കുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ഇനിയുള്ളൊരു 4.5 മാസം കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. ദിവസവും നമ്മുടെ ഊണും ഉറക്കവും എല്ലാം അതിനു വേണ്ടി തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ പഠിക്കുന്നവരെ ജയിക്കുള്ളൂ, അങ്ങനെ കഷ്ടപ്പെടുന്നവരെ വിജയിക്കുള്ളൂ. അല്ലാതെ സ്മാർട്ട് വർക്ക് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെ സ്മാർട്ട് വർക്ക് ഒക്കെ ചെയ്യാം, പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യണം. എത്രത്തോളം കാര്യങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ അത്രത്തോളം കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് അതിൻ്റെതായ ഒരു നിശ്ചിത ടൈം ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, അതിന് കൊടുത്തേ പറ്റുള്ളൂ. ആ ഒരു എഫർട്ട് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. ആ എഫർട്ടിന്റെ റിസൾട്ടേ നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടിയിരിക്കണം. എന്നാൽ നേടിയാൽ നമുക്ക് പറ്റും. അല്ലെ, നേഴ്സിംഗ് പോലുള്ള ഇത്രയും വലിയ 4 വർഷ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണ്. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുന്നത് വളരെ ഈ എളുപ്പത്തിൽ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു എഫർട്ട്, അതിനു വേണ്ടി ഒരു എഫർട്ട്, ഇത്രയും വലിയൊരു 1 ലക്ഷത്തിലധികം പേര് എഴുതുന്ന ഒരു എക്സാമാണ്, ഒരു ഓൾ ഇന്ത്യ എക്സാമാണ്. 24 അവർ എൻട്രൻസ് കോച്ചിങ് പോലെ മറ്റു സംസ്ഥാനങ്ങളിലെ കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു എക്സാമാണ്. നമ്മളും അവർ കഷ്ടപ്പെടുന്നതിന്റെ ആ ഒരു ശതമാനം നമ്മളും കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കും അവരാഗ്രഹിക്കുന്നത് പോലെ, അവരും സ്വപ്നം കാണുന്നത് പോലെ, അവര് കഷ്ടപ്പെടുന്നത് പോലെ അല്ലെ നമ്മളും ചെയ്താൽ മാത്രമേ നമുക്കും അവരെ പോലെ ആഗ്രഹിക്കാനുള്ള യോഗ്യതയുള്ളൂ. അല്ലെ, വെറുതെ ഇരുന്ന് ഈ ലോട്ടറി എടുത്തിട്ട് ലോട്ടറി അടിച്ചു പോലും ഇല്ല, പക്ഷെ അതിനു മുന്നേ ഞാൻ കോടീശ്വരനാകുന്നതും വീട് വെക്കുന്നതും കാറ് വാങ്ങുന്നതും അല്ല സ്വപ്നം കാണേണ്ടത്. ഇത്രയും വലിയൊരു എക്സാം ഉണ്ട്, സോ ഞാൻ ഇനി അതിനു വേണ്ടി പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അടുത്ത എക്സാം കഴിഞ്ഞു എനിക്ക് ജോലി കിട്ടുന്നു, ഞാൻ വലിയ വീട് വെക്കുന്നു, കല്യാണം കഴിക്കുന്നു, സ്വപ്നങ്ങൾ കാണുകയല്ല. നമ്മുടെ സ്വപ്നം കാണേണ്ടത് നമ്മൾ ആ ഒരു എക്സാം ദിവസമായിരിക്കണം, ആ ഒരു എക്സാം നമ്മൾ എഴുതുന്നതായിരിക്കണം. ആ എക്സാമിലെ മുഴുവൻ ചോദ്യങ്ങളും ഞാൻ പഠിച്ച് അതുപോലെ എഴുതാൻ പറ്റുന്നതായിരിക്കണം നമ്മൾ സ്വപ്നം കാണേണ്ടത്. ആ ഒരു റിസൾട്ട് ആയിരിക്കണം നമ്മൾ സ്വപ്നം കാണേണ്ടത്. ബാക്കിയെല്ലാം താനേ വന്നോളൂ, പുറകെ വന്നോളൂ. സോ ആ ഒരു എക്സാം ആയിരിക്കണം ഏറ്റവും നന്നായിട്ട് എഴുതുന്നതായിരിക്കണം. ആ സിലബസ് പൂർണ്ണമായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് 100% കോൺഫിഡൻസോടും ആ എക്സാം അടിപൊളിയായിട്ട് എഴുതുന്നതായിരിക്കണം നമ്മൾ സ്വപ്നം കാണേണ്ടത്. അങ്ങനെ ഒരു റിസൾട്ട് എഴുതാൻ പറ്റിയാൽ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ബാക്കിയെല്ലാം നമ്മുടെ പുറകെ വന്നോളൂ. അതിൽ ഒരു ഡൗട്ടും ആർക്കും വേണ്ട.
സോ നമ്മുടെ ക്ലാസ്സുകൾ അപ്പൊ ഇന്ന് ഒഫീഷ്യലി നമ്മൾ ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഹൈബ്രിഡ് മോഡൽ ആയിരിക്കും. എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കണം. അതുപോലെ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ എല്ലാ ആഴ്ചയും ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നമുക്ക് ലൈവ് ക്ലാസ് വരും. ബാക്കി ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്, തിയറി നോട്ട്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് എക്സാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് ഈ 4 കാര്യങ്ങളും വർക്ക്ഔട്ട് ചെയ്യാനുണ്ടാവും എല്ലാ ദിവസവും. ക്ലിയർ? സോ ഒരു MBBS നീറ്റ് എൻട്രൻസ് എങ്ങനെയാണോ കുട്ടികൾ പഠിക്കുന്നത് ആ ഒരു ഹൈബ്രിഡ് മോഡല് നമ്മൾ അടുത്ത 4.5 മാസം നമ്മുടെ പ്രയോറിറ്റി ഇത് തന്നെ ആയിക്കൊണ്ട് അല്ലെ, ഓരോ നിമിഷം ഓരോ കിട്ടുന്ന മാക്സിമം ടൈം നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം കംപ്ലീറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് എയിംസ് നോർത്ത് 11 അറ്റൻഡ് ചെയ്യാം. അതിനെല്ലാ കാര്യങ്ങളും ഞങ്ങൾ കഴിഞ്ഞൊരു 3-4 എയിംസ് നോർസെറ്റ് എക്സാമിൽ നമ്മൾ ട്രയൽ എല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളും എയിംസ് നോർസെറ്റിന് വേണ്ടി ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിൽ ഒരു ഡൗട്ടും ആർക്കിനി വേണ്ട. ഞങ്ങൾ ഒരുപാട് സമയം എടുത്ത് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇതെല്ലാം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണെങ്കിലും ഞങ്ങളുടെ ഓൺലൈൻ സ്റ്റുഡിയോ ലൈവ് ക്ലാസിന്റെ സ്റ്റുഡിയോ ആണെങ്കിലും ഇനി അതുപോലെ പുതിയതായിട്ട് ഇപ്പൊ നമ്മൾ നിങ്ങൾക്കറിയാം ആപ്പ് തന്നെ പുതിയതായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇനി വരും ദിവസങ്ങളിൽ വരാൻ പോവുകയാണ്. ഒരു ഡൗട്ടും വേണ്ട, എയിംസ് നോർത്ത് 11 നിങ്ങൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഓൾ ഇന്ത്യ എക്സാം ആണ്. അവർ മറ്റു സംസ്ഥാന സ്റ്റുഡൻസ് എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യുന്നത് അതിലും കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് അതിൽ കൂടുതൽ കണ്ടന്റുകൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് അതിലും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അതിലും കൂടുതൽ മോഡൽ എക്സാമ്പിൾ നിങ്ങൾ എഴുതി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എയിംസ് നോർത്ത് 11 എഴുതും. അതിലൊരു ഡൗട്ടും വേണം. അതിന് ഹൈബ്രിഡ് ബാച്ച് ഉറപ്പായിട്ടും നിങ്ങളെ പ്രാപ്തരാക്കിയിരിക്കും. എന്താണോ നിങ്ങൾ വേണ്ടത് മറ്റു ഏതൊരു സംസ്ഥാനത്തെ കുട്ടി വർക്ക്ഔട്ട് ചെയ്യുന്നതിലും അല്ലെങ്കിൽ പ്രിപ്പയർ ആകുന്നതിലും ഒരു പടി മുകളിൽ നിങ്ങൾ ഹൈബ്രിഡ് ബാച്ചിൽ നിങ്ങൾ പ്രിപ്പയർഡ് ആവും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് സംതിങ് ന്യൂ ആണ്, ഇത് ഞങ്ങളുടെ ഒരു പുതിയ തുടക്കമാണ്. ഈ 3 കാര്യങ്ങളും പുതിയ നമ്മുടെ യൂട്യൂബ് ചാനൽ, പുതിയ നമ്മുടെ ഓൺലൈൻ സ്റ്റുഡിയോ ക്ലാസിന്റെ സ്റ്റുഡിയോ, അതുപോലെ തന്നെ പുതിയ നമ്മുടെ ആപ്പ്, ഇത് 3ഉം ഒരു പുതിയ സ്റ്റാർട്ടിങ് ഞങ്ങൾ ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞതുപോലെ 100% നിങ്ങൾ ഞങ്ങളുടെ കൂടെ സഹകരിക്കും. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പോലെ ഒരു 5 to 6 hours എങ്കിലും മിനിമം ഡെയിലി ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നിരിക്കണം. മിനിമം ഒരു 5 to 6 hours ഡെയിലി ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്ട്രാ നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്, ഒരു 50% ടാസ്ക് നിങ്ങളുടെ തന്നെയാണ്. 50% അധികം ടാസ്ക് നിങ്ങൾ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. സോ അത് കംപ്ലീറ്റ് പ്രോപ്പറായിട്ട് ഞങ്ങൾ പറയുന്ന ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് എയിംസ് നോർത്ത് ലെവലിൽ കിട്ടിയിരിക്കും. എന്തൊക്കെയാണോ വേണ്ടത് പറഞ്ഞതുപോലെ നമുക്ക് ET ഇൻറ്റുബേഷൻ ആണെങ്കിലും NG ട്യൂബ് ഇൻസേർഷൻ ആണെങ്കിലും ട്രക്യോസ്റ്റമി ആണെങ്കിലും അതുപോലെ കൊളോസ്റ്റമി ആണെങ്കിലും നീഡിൽസ് ആൻഡ് സ്യൂച്ചേഴ്സ് ആണെങ്കിലും അങ്ങനെ വളരെ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ പോലും ഇറിഗേഷൻ ആണെങ്കിലും മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ഓരോ കുഞ്ഞു ബയോപ്സി ആയിക്കോട്ടെ ലംബാർ പങ്ക്ചർ ആയിക്കോട്ടെ കുഞ്ഞു ടോപ്പിക്കുകളാണ്. പക്ഷെ നമ്മൾ കേരള PSCക്ക് വേണ്ട എക്സാം പോയിന്റിനേക്കാളും കൃത്യമായിട്ട് ഈ ചെറിയ ചെറിയ ടോപ്പിക്കുകളിൽ എയിംസ് നോർസെറ്റിന് വേണ്ട കുറേയധികം എക്സ്ട്രാ കാര്യങ്ങളുണ്ട് അല്ലെ. ഈ ഓരോ കുഞ്ഞു കാര്യങ്ങൾ ടോപ്പിക്കുകളാണ് അവർക്ക് അവിടെ വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഈ ചെറിയ ചെറിയ പ്രൊസീജിയറുകൾ ഇതിൽ കൃത്യമായിട്ട് അതൊക്കെ നമ്മൾ എയിംസ് നോർസെറ്റിന് എന്താണോ എക്സാം പോയിന്റ് പഠിക്കേണ്ടത് അതെല്ലാം കൃത്യമായിട്ട് എയിംസ് നോർസെറ്റിന് വേണ്ട രീതിയിൽ തന്നെ പഠിക്കും. അതിലൊരു ഡൗട്ടും ആർക്കും വേണ്ട. അതിന് തന്നെ നമ്മൾ ഒരു ഗോൾഡൻ ടോപ്പിക്സ് എന്ന് പറയുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. നീഡിൽസ് ആൻഡ് സ്യൂച്ചേഴ്സ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കൊളോസ്റ്റമി, ഇലിയോസ്റ്റമി, ട്രക്യോസ്റ്റമി, അതുപോലെ തന്നെ ഇൻറ്റുബേഷൻ, ഓരോ കാര്യങ്ങളും സക്ഷനിങ്, ഇങ്ങനെ ഓരോ ടോപ്പിക്കുകളായിട്ടായിരിക്കും വരിക. എന്താണോ എയിംസ് നോർത്ത് അതിനകത്ത് എക്സാം പോയിന്റിൽ അത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കും ആ സീരീസിനകത്ത്. ക്ലിയർ? പിന്നെ എൻഗ്ലക്സ് ആർ എൻ സീരീസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസ് വരുന്നുണ്ട്, എയിംസ് PYQ സീരീസ് വരുന്നുണ്ട്, ഇമേജ് ബേസ്ഡ് IBQ സീരീസ് വരുന്നുണ്ട്, നോൺ നേഴ്സിംഗ് ക്ലാസ്സസിന്റെ സീരീസ് വരുന്നുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് റെഗുലർ ആയിട്ട് കിട്ടും. അതിൽ ഒരു ഡൗട്ട് ഇനി വേണ്ട. അതുകൊണ്ടാണ് ഞങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്നത്, ഇതൊരു പുതിയ തുടക്കമാണ്, ഞങ്ങളൊരു പുതിയൊരു ചേഞ്ച് ആണ്. ഇനി അങ്ങോട്ട് അടുത്ത ലെവലിലേക്ക് ഞങ്ങൾ കയറുവാണ്. അതിൽ ആർക്കും ഇനി ഒരു ഡൗട്ടും വേണ്ട. അത് കേരള PSCയുടെ എക്സാമിലും അത് തന്നെയാണ് ഞങ്ങൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അതിൽ ഞങ്ങൾ അടുത്തൊരു ലെവലിലേക്ക് ഞങ്ങൾ കാൽവെക്കാൻ പോവുകയാണ്. സോ കുറേയധികം പുതിയ കാര്യങ്ങൾ, പുതിയ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഉറപ്പായിട്ടും ഉണ്ടാകും. ഞാൻ പറഞ്ഞ എയിംസ് നോർസെറ്റ് പോലുള്ള ഒരു എക്സാം നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതിന് പൂർണ്ണമായിട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫോക്കസ് അറ്റൻഷൻ എല്ലാം ഈ ഒരു എയിംസ് നോർത്ത് 11 അടുത്തൊരു 4.5 മാസം ഇത് മാത്രമായിരിക്കും നിങ്ങളുടെ പ്രയോറിറ്റി. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അടുത്ത എക്സാമിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ കേരള PSCയുടെ നോട്ടും കേരള PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറുകളും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നവര് ദയവേത് അത് കേരള PSCയുടെ ആയിട്ട് തന്നെ പഠിക്കും, അല്ലെങ്കിൽ അതിലേക്ക് തന്നെ ആ ഒരു രീതിയിലേക്ക് തന്നെ നിർത്തുക.
പക്ഷെ എയിംസ് നോർസെറ്റ് കൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ജിപ്മർ പോലുള്ള എക്സാമുകൾ ഇപ്പൊ നോർസെറ്റിനകത്താ വരുന്നത്, അതുകൂടിയൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ എയിംസ് നോർസെറ്റ് ലെവലിലേക്ക് കയറാം. കാരണം ഞാൻ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ കാര്യങ്ങൾ അവിടെ നമുക്ക് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റിസർച്ച് ഒക്കെ ഫോക്കസ് ചെയ്യാം, ആ ഒരു മെത്തേഡ് തന്നെയാണ് ഇമ്പോർട്ടൻസ്. പക്ഷെ ഇവിടെ നമുക്ക് 6 മേജർ സബ്ജക്ട്സ് തന്നെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് പഠിച്ച് അരച്ച് കലക്കി കുടിച്ചേ പറ്റുള്ളൂ. ഫണ്ടമെന്റൽസിൽ തന്നെ ഒരു 45 ടോപ്പിക് ഉണ്ട്. ആ 45 ടോപ്പിക്കും എയിംസ് നോർസെറ്റ് എക്സാം പോയിന്റ് ഇതിൽ തന്നെ പഠിക്കേണ്ടി വരും. ക്ലിയർ? റെക്കോർഡ് ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ ആ എക്സാം പോയിന്റിലേക്ക് വരുമ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുടെ എക്സ്ട്രാ നിങ്ങൾക്ക് വരികയും ചെയ്യും. അതാണ് നമ്മുടെ അടുത്ത നിങ്ങൾ പഠിച്ചിട്ട് വന്നിട്ടുള്ള ലൈവ് ക്ലാസ്സിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അതിനകത്ത് ആ ഒരു കാര്യങ്ങൾ കൂടി കുറച്ചുകൂടി ആടാകും. ഓക്കെ, റെഡിയാണോ? ആ ഒരു രീതിയിൽ പഠിക്കാൻ റെഡിയാണോ? ടൈം നിങ്ങൾക്ക് ഉണ്ടോ കൊടുക്കാൻ? എങ്കിൽ മാത്രം നമുക്ക് ഈ എയിംസ് നോർസെറ്റ് 11 ഹൈബ്രിഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അത് അതുപോലെ ഫോളോ ചെയ്യാം. അടുത്തൊരു 4.5 മാസം അതുപോലെ ഫോളോ ചെയ്യാം, എങ്കിലേ അത് പ്രയോജനം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. എങ്കിലേ പ്രയോജനം ഉണ്ടാവുള്ളൂ. ഡെയിലി പഠിക്കണം. ഡെയിലി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗുണമെന്ന് പറയുന്നത് പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് തന്നെ 1 ലക്ഷം രൂപയുടെ സാലറി നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം, സ്വപ്നം നമുക്കുണ്ടെങ്കിൽ ആ ഒരു കഷ്ടപ്പാട് നമ്മൾ അടുത്തൊരു 4.5 മാസം ആ ഒരു എഫർട്ട് നമ്മൾ എടുത്തേ പറ്റുള്ളൂ. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. ഏതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യോ അതെല്ലാം ചെയ്യണം. ഏതൊക്കെ രീതിയിൽ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. ചിലപ്പോൾ എഴുതി വരെ പഠിക്കേണ്ടി വരും. ഈ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങൾക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. റീസണിങ് സബ്ജക്ട്സിന് ഇമ്പോർട്ടൻറ്റ്, ആപ്റ്റിറ്റ്യൂഡിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, കമ്പ്യൂട്ടർ സബ്ജക്ട്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. 8-9 ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. സോ അത് പ്രിലിമിനറിക്ക് വേണം, മെയിൻസിന് വേണം. പ്രിലിമിനറി പാസ്സായാലേ മെയിൻസിലേക്ക് വരാനും പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോട്ട, ഞാൻ അവസാനിപ്പിക്കുന്ന ഒരു കോട്ട എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാമിന്റെ കോട്ടാണ്. APJ അബ്ദുൽ കലാമിന്റെ കോട്ടിലാണ് നമ്മളത് അല്ലെ. നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ ഉറങ്ങാൻ അനുവദിക്കുന്നതല്ല. നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഉറങ്ങാൻ അനുവദിക്കാത്തതായിരിക്കണം അല്ലെ. നമ്മളൊന്ന് ഉറങ്ങാൻ ശ്രമിച്ചാൽ പോലും നമ്മുടെ ആ ലക്ഷ്യം, നമ്മുടെ ആ സ്വപ്നം അല്ലെ, ഈ ഒരു ഗവൺമെന്റ് 1 ലക്ഷം രൂപ സാലറിയുള്ള ജോബ് ആയിരിക്കണം നമ്മുടെ മനസ്സിൽ. സോ അപ്പൊ നമുക്ക് ഉറക്കം വന്നാലും ഒന്ന് എഴുന്നേറ്റിരുന്ന് പഠിക്കാനുള്ള ആ ഒരു എനർജി ആയിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ. അതാണ് APJ അബ്ദുൽ കലാം പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ സച്ചിൻ തെണ്ടുൽക്കർ, ഞാൻ ഏതൊരു ഓറിയന്റേഷൻ ക്ലാസ് എടുത്താലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. സച്ചിൻ തെണ്ടുൽക്കർ ലാസ്റ്റ് അയാളുടെ റിട്ടയർമെന്റ് മാച്ച് കഴിയുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട് അല്ലെ, ദർ ഇസ് നോ ഷോർട്ട് കട്ട് ഫോർ സക്സസ്. വിജയത്തിന് ഒരു ഷോർട്ട് കട്ടും ഇല്ല. പലരും പറയും സ്മാർട്ട് വർക്ക് ആണ്, അതാണ് ഇതാണ്. ഒന്നുമില്ല. ഇറ്റ്സ് പ്യുവർലി ഹാർഡ് വർക്ക്. പ്രാക്ടീസ് 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 അല്ലെ. സച്ചിൻ തെണ്ടുൽക്കർ പറയാം 3 തവണ റിപ്പീറ്റ് ചെയ്തു, പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. നിങ്ങളോട് ഞാൻ പറയും റിവൈസ് റിവൈസ് റിവൈസ്. അല്ലാതെ ഒരു ഷോർട്ട് കട്ടും തേടി പോകരുത്. എന്താണോ ആ എക്സാം ഡിമാൻഡ് ചെയ്യുന്നത്, ആ എക്സാം എഴുതുന്ന മറ്റു കുട്ടികൾ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിന്റെ ഒരു പടി മുകളിൽ നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കണം. അതേ ഞാൻ പറയുള്ളൂ. അല്ല നമ്മൾ സുഖലോലുപരായിട്ട് ബാക്കിയുള്ള കുട്ടികൾ രാത്രിയും പകലും ഉറക്കമൊഴിച്ചിരുന്ന് പഠിച്ചിട്ട് അവരെക്കാളും എളുപ്പത്തിൽ എനിക്ക് ജോലി കിട്ടണം, അവരെക്കാളും മുകളിൽ എനിക്ക് റാങ്ക് കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് തന്നെ ഈ ആഗ്രഹമാണ്. തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കും അവരെ പോലെ അവസരം ഉണ്ടായിരുന്നു. അവർ കഷ്ടപ്പെട്ട സമയത്ത് നമ്മൾ സുഖലോലുപരായിട്ട് നടന്നിട്ട് ആ കഷ്ടപ്പെട്ട കുട്ടികളെക്കാളും റാങ്ക് കിട്ടണം, അല്ലെ അതിലും എളുപ്പത്തിൽ എനിക്ക് ജോലി കിട്ടണം ആഗ്രഹിക്കാൻ ഒരിക്കലും പാടില്ല. അവർ പഠിച്ചതിലും ഒരു പടി എനിക്ക് കൂടുതൽ പഠിക്കണം. അവർ വർക്കൗട്ട് ചെയ്തതിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കൂടുതൽ വർക്കൗട്ട് ചെയ്യണം. ഒരു തവണയെങ്കിലും എനിക്ക് അവരെക്കാളും കൂടുതൽ റിവൈസ് ചെയ്യണം. അവരെക്കാളും 1 മണിക്കൂറെങ്കിലും ഞാൻ കൂടുതൽ പഠിക്കണം. ഇതായിരിക്കണം നമ്മൾ ആഗ്രഹിക്കേണ്ടത് അല്ല. മറ്റുള്ളവരോട് ഒരിക്കലും അവരുടെ കഷ്ടപ്പാടിൽ അവരെക്കാളും എനിക്ക് മുകളിൽ മാർക്ക് കിട്ടണേ, അവരെക്കാളും മുകളിൽ എനിക്ക് റാങ്ക് കിട്ടണേ എന്ന് അല്ല ആഗ്രഹിക്കേണ്ടത്. അവരെക്കാളും എനിക്ക് കൂടുതലായിട്ട് പഠിക്കാൻ കഴിയണേ, അവരെക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിയണേ. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി റിസൾട്ട് എല്ലാം താനേ പുറകെ വന്നോളൂ. ക്ലിയർ? സോ അപ്പൊ നമ്മൾ ഒഫീഷ്യലി നമ്മൾ ഇന്ന് ഇനാഗുറേറ്റ് ചെയ്യാണ് നമ്മുടെ ഈ ബാച്ച്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത ദിവസങ്ങളിൽ എയിംസ് നോർസെറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. നമ്മുടെ എയിംസ് നോർസെറ്റിന്റെ കോഴ്സ് ഫോൾഡറിനകത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എയിംസിന്റെ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ അതിനകത്ത് ഫ്രീ ക്വസ്റ്റ്യൻ പേപ്പറുകളും കിടപ്പുണ്ട്. അതൊക്കെ ഒന്ന് നന്നായിട്ട് റിവ്യൂ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു നല്ലൊരു ക്ലാരിറ്റി കിട്ടും എന്താണ് എയിംസ് നോർസെറ്റിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു 2 പ്രീവിയസ് ഇയർ എയിംസ് നോർസെറ്റിന്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ നാളെ ഫ്രീ ആക്കി ഇടാം. നിങ്ങൾ അതൊന്ന് അറ്റൻഡ് ചെയ്യും. ഫ്രീ ആയിട്ട് എക്സാം ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്ത് ഒന്ന് മനസ്സിലാക്കണം എന്താണ് എയിംസിന്റെ പ്രിലിമിനറി എക്സാം, എന്താണ് എയിംസിന്റെ മെയിൻസ് എക്സാം. ഒരു ക്ലാരിറ്റി കിട്ടും. എന്നിട്ട് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ തയ്യാറാക്കി അടുത്ത ദിവസം മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് 2 രീതിയിൽ നോട്ട്, മെയിൻലി ഞാൻ പറയുന്നത് നമ്മൾ ക്ലാസ് കേട്ട് പഠിക്കുമ്പോൾ ആ ഓരോ എക്സാം പോയിന്റ് പഠിക്കാനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓരോ എക്സാമിന്റെ ഓരോ ടോപ്പിക്കിനകത്തുമുള്ള
ഞാൻ പറയുന്ന എക്സാം പോയിന്റിൽ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് PDF ആയിട്ട് നോട്ട് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റിവൈസ് ചെയ്ത് വായിച്ച് പഠിക്കാം. പക്ഷെ നോട്ട് എഴുതുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. ഒരു തവണയെങ്കിലും നോട്ട് എഴുതിയെടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആണ്. അതിൽ ഒരു ഡൗട്ടും വേണം. ഒരു തവണ എഴുതി പഠിക്കാൻ തന്നെയാണ് ഏറ്റവും നല്ലത്. തീരെ സമയമൊക്കെ കുറവുള്ളവര് വീണ്ടും ആപ്പിൽ വായിച്ച് പഠിച്ചാലും മതി. ക്ലിയർ? ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ ബാച്ചിന്റെ ഫീസാണ് നിങ്ങൾക്ക് വരിക. പുതിയ കുട്ടിയാണ് 7,000 ആണ്. അത് നിങ്ങൾക്ക് 2 തവണ ഫീസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓൾഡ് ബാച്ച് നമ്മുടെ ഏതെങ്കിലും ബാച്ചിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ 6,000 ആണ് ഫീസ് ആയിട്ട് വരിക കേട്ടോ. സോ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്ത നമ്പറുകളിൽ നിങ്ങൾ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ലക്ഷ്യം ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ടൈം നിങ്ങൾ കൊടുക്കാൻ കഴിയണം. കൊടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ അടുത്തൊരു 4.5 മാസം കൃത്യമായിട്ട് അത് 4.5 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. പറ്റിയാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് അടുത്ത എക്സാമിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഓക്കെ, റെഡി ആയിട്ട് വരാമോ? നമുക്കിത് വിജയിപ്പിക്കണം. ഈ ഒരു ഹൈബ്രിഡ് മോഡൽ അല്ലെങ്കിൽ ഈ ഒരു ഹൈബ്രിഡ് ബാച്ച് നമുക്ക് സക്സസ്ഫുൾ ആക്കണം. ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് തിരിച്ച് ആ ഒരു മലയാളി നേഴ്സുമാരുടെ ഒരു ബാക്ക്ഫ്ലോ, തിരിച്ചൊരു ബാക്ക്ഫ്ലോ എയിംസ് നോർസെറ്റിലേക്ക് അല്ലെങ്കിൽ എയിംസ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളുടെ സ്വപ്നമാണ്. അതുപോലെ അടുത്തൊരു 2 വർഷത്തിനുള്ളിൽ തന്നെ നമുക്കൊരു ആദ്യത്തെ ഫസ്റ്റ് റാങ്ക് നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നൊരു ഡ്രീമും കൂടി ഞങ്ങൾക്കുണ്ട് ഈ ഒരു ഹൈബ്രിഡ് മോഡലിൽ. അപ്പൊ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സോ എല്ലാവരും നല്ല പ്രാർത്ഥനയോടുകൂടി കൃത്യമായി പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി തന്നെ സമയം കൊടുക്കുക. ഈ ഒരു ഹൈബ്രിഡ് ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുക. വെറുതെ ജോയിൻ ചെയ്താൽ പോരാ, കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ ഒരു 5 to 6 hours ടൈം നിങ്ങൾ കൊടുക്കാൻ കഴിയണം. ഇത് അതുപോലെ 4.5 മാസവും അത് ഫോളോ ചെയ്യാൻ പറ്റണം. 4.5 മാസവും കൃത്യമായിട്ട് അത് ഒരുപോലെ കൊടുക്കാൻ കഴിയും. എങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടിലേക്ക് നമുക്ക് എത്താനും പറ്റും. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.